തിരിഞ്ഞും മറിഞ്ഞും പറഞ്ഞ നുണകളെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. അതെ, മുഖ്യമന്ത്രി വി ഡി സതീശൻ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടകൾ മിനിറ്റുകളുടെ ആയുസിൽ പൊട്ടിപ്പാളീസാകുന്നു. ഏറ്റവും ഒടുവിലത്തെ ഹെലികോപ്റ്റർ യാത്രയിൽ സ്വന്തം നാവ് തന്നെ സതീശനെ വെളിവാക്കി. നിക്ഷേപകനെ കാണാനാണ് ഹെലികോപ്റ്റർ തയ്യാറാക്കി കൊച്ചിക്ക് പോയതെന്നായിരുന്നു തിങ്കളാഴ്ച സതീശൻ പറഞ്ഞത്. ഇന്നിതാ സതീശൻ തന്നെ പറയുന്നു കൊച്ചിയിൽ പോയ വഴി നിക്ഷേപകനെ കണ്ടതാണെന്ന്. പലരെയും രഹസ്യമായി കാണേണ്ടതുണ്ടെന്ന് മേമ്പൊടിയും. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഏറ്റവും ചുരുങ്ങിയത് താങ്കൾ പറയുന്നതിൽ താങ്കൾക്കെങ്കിലും വ്യക്തത വേണം. മുൻ മുഖ്യമന്ത്രി ഓഖി പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘത്തെ കാണാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെയും താങ്കൾ വക്രീകരിച്ചു. ഇനി ദുരന്തമുഖത്ത് വാടി വീണവരോടും താങ്കളും സർക്കാരും കാണിക്കുന്നത് കൊടിയ അനീതിയാണ്. ക്യാമ്പുകൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾക്ക് പകരം ദുരിത കേന്ദ്രങ്ങളാണെന്ന് അന്തേവാസികൾ തന്നെ പറയുന്നു. മുഖ്യമന്ത്രി അതിനെ അഡ്രസ്സ് ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. ഫോൺ പോലും എടുക്കാത്ത മുഖ്യമന്ത്രിയാണ് താങ്കളെന്ന് പറഞ്ഞത് ഭരണപക്ഷത്തുള്ള കുട്ടനാട് MLA ആണ്. മുന്നറിയിപ്പ് നൽകാതെയും പൊഴിമുറിക്കാതെയും താങ്കളും സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന കെടുകാര്യസ്ഥതയ്ക്കും മുൻ സർക്കാരിനെ പഴിക്കുന്നത് അപാര പുതിയുഗ വിസ്മയം തന്നെയാണ്. കണ്ണടച്ചിരുട്ടാക്കി എത്ര നാൾ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടും കെടുതിയിലാക്കിയ സർക്കാരും ചിറകറ്റു വീഴുന്ന മുഖ്യനുമോ പുതുയുഗ വിസ്മയങ്ങൾ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് KU ജനീഷ് കുമാർ MLA, CPIM, കോന്നി MLA, അമ്പലപ്പുഴ മുൻ MLA H. സലാം, കോൺഗ്രസ് വക്താവ് റെജിൻ S. ഉണ്ണിത്താൻ, രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രപാണി. കോന്നി MLAയിൽ തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം ഈ ചർച്ചയിലേക്ക് എത്തുന്നതേയുള്ളൂ. ഇപ്പോൾ രതീഷും അതുപോലെ തന്നെ റെജിൻ S. ഉണ്ണിത്താനും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ ചർച്ചയ്ക്ക് ഇന്ന് രണ്ട് ഭാഗങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ടി വരും. ഒന്ന്, ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മുൻപ് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും തമ്മിലുള്ള വലിയ അന്തരം, അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമുക്കതിലേക്ക് വഴിയേ വരാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ സാഹചര്യം, അത് കൈകാര്യം ചെയ്ത സർക്കാർ രീതി, ഇതെല്ലാം പരിശോധിച്ചു പോകേണ്ടതാണ്. അവിടെ രതീഷ് ചക്രപാണി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയിരുന്നു. മാധ്യമപ്രവർത്തകർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻപാകെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. പകരം എല്ലാം ഓക്കെയാണ്, ഒരു പ്രശ്നവും എങ്ങുമില്ല. പക്ഷേ മാധ്യമങ്ങളിലൊക്കെ ഈ ദുരിതബാധിതർ അവരുടെ ക്യാമ്പുകളിൽ വെള്ളമില്ല, വെളിച്ചമില്ല, മാറാൻ വസ്ത്രമില്ല, സമയത്ത് ഭക്ഷണം കിട്ടുന്നില്ല, ഇതെല്ലാം ഇങ്ങനെ എത്ര ക്യാമ്പുകളിൽ നിന്ന് പറയുന്നത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി അത് പരിഗണിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നൊരു പ്രശ്നം ഇതിനകത്തുണ്ടോ? രതീഷ് ചക്രപാണി. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഒരു നിഷേധാത്മക നിലപാട് വളരെ വ്യക്തമാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ. അതിലേറ്റവും ആദ്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകാൻ വയ്യ. അദ്ദേഹം പറഞ്ഞത് ഡാമുകളിലെയും അതുപോലെ തന്നെ മറ്റ് കനാലുകളിലെയും തോടുകളിലെയും ഒക്കെ മണലും ചെളിയും ഒക്കെ നീക്കം ചെയ്യുമെന്നാണ്. അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണം ഞങ്ങൾ കൃത്യമായി നടത്തിയിട്ടില്ല എന്ന് സമ്മതിക്കലാണ്. പിന്നെ അദ്ദേഹം പതിവ് പോലെ തന്നെ 2018 മുതൽ ഇത്തരത്തിലുള്ള ചെളികളൊന്നും നീക്കം ചെയ്തിട്ടില്ല എന്നുകൂടി ഒരു ഡയലോഗ് വെച്ചു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന അതേ സമീപനം തന്നെ അദ്ദേഹം ഈ കാര്യത്തിൽ കണ്ടു. പിന്നെ ഇതിന് ശേഷം യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ വിഷയം തന്നെ പഴകുളം മധു ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടു. ആ പഴകുളം മധു ഉന്നയിച്ചപ്പോൾ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ഡാമുകളിലൊക്കെ ഇപ്പോൾ തൽക്കാലം വെള്ളം കുറവായതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി നേരത്തെ അവിടുത്തെ മണലൊക്കെ തന്നെ നീക്കം ചെയ്ത് അതിൻ്റെ കപ്പാസിറ്റി കൂട്ടിയിരുന്നെങ്കിൽ ഇത്രത്തോളം വെള്ളം നിൽക്കുന്ന സംഭവം ഉണ്ടാവില്ല. ഇന്ന് ഇപ്പോൾ നേരത്തെ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കൈരളി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണ് കെട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത് നീക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ കൈരളി അടക്കം എന്നുള്ളതല്ല, കൈരളിയാണ് ഈ ഗൗരവമായ വിഷയത്തെ, ഞാനത് കൈരളി അടക്കമുള്ള മാധ്യമങ്ങൾ എന്നല്ല, കൈരളിയാണ് ആ വിഷയം, അതിൻ്റെ ഗൗരവമായ പ്രശ്നം. കുട്ടനാടിനെ മുക്കുന്ന തോട്ടപ്പള്ളിയിലെ സ്പിൽ, മുൻ MLA സലാം കൂടി അമ്പലപ്പുഴയിൽ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അതായത് തോട്ടപ്പള്ളിയിലെ ആ പൊഴി പൂർണ്ണമായും ഒരു 300 മീറ്റർ വീതിയിൽ, അത് സ്വാമിനാഥൻ കമ്മീഷൻ, പ്രമുഖനായ ലോകപ്രസിദ്ധനായിട്ടുള്ള സ്വാമിനാഥൻ കൃഷിശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരമാണ് കുട്ടനാടിനെ രക്ഷിക്കാൻ കുട്ടനാട് പാക്കേജിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നിർദ്ദേശിച്ചതാണ് അങ്ങനെ പൊഴി മുറിക്കാൻ. അങ്ങനെ പൊഴി മുറിച്ചില്ല. പൊഴി മുറിക്കാത്തത് കൊണ്ട് എന്താ പ്രശ്നം വെച്ചാൽ ഈ കിഴക്കൻ വെള്ളം മുഴുവൻ
മലയോര മേഖലയിൽ നിന്ന് വന്ന വെള്ളം മുഴുവൻ ഈ കുട്ടനാട്ടിലേക്ക് ഇറങ്ങുന്നു. ഇന്ന് അവിടുത്തെ ഭരണകക്ഷി എം എൽ എ പറഞ്ഞ പോലെ കുട്ടനാട്ടിൽ വെള്ളം കയറാത്ത ഒരു വീട് പോലുമില്ല. അതിനിടവരുത്തിയത് ഈ തോട്ടപ്പള്ളിയിലെ പൊഴി മുറിച്ചില്ല. ഒപ്പം അതിൻ്റെ മാലിന്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ പോളയും മാലിന്യങ്ങളും വന്നടിഞ്ഞു. പൊഴി മുറിച്ചില്ല എന്ന് വെച്ചാൽ ഈ വെള്ളം കടലിലേക്ക് പോകുന്നില്ല. കുട്ടനാട് ആ നിലയിൽ അപ്പോൾ കൈരളിയാണ് ഇന്ന് ഈ വിഷയം അവതരിപ്പിച്ചത് ജനങ്ങൾക്ക് മുമ്പാകെ. ഇന്ന് ആഭ്യന്തരമന്ത്രി അത് ശരിവെച്ചുകൊണ്ട് തന്നെ അവിടേക്ക് കൂടുതൽ സൗകര്യങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ ഇനി ചെയ്യുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു, എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നു പറയാം. സോറി രതീഷ്, പൂർത്തിയാക്കിക്കോളൂ. അതെ, കൈരളി കൊടുത്തതിന് ശേഷമായിരിക്കാം മറ്റു വാദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് കൈരളി പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല കൂടി അംഗീകരിക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പഴകുളം മധു അടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുട്ടനാടിൻ്റെ MLA ആയിട്ടുള്ള റജി ചെറിയാൻ. അദ്ദേഹത്തെ നമുക്കറിയാം, നേരത്തെ തന്നെ അദ്ദേഹം ഏറ്റവും ആദ്യം മൂലം വള്ളംകളിയുമായിട്ടൊരു സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ തന്നെ ചതിക്കപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ ഗവൺമെൻറ് ആലോചിച്ച് വേണ്ടത് ചെയ്യാമെന്ന് പറയുന്നു. നേരെ ഇരിക്കുമ്പോഴേക്കും ഒരിക്കലും കൊടുക്കൂല എന്ന് പറയുന്ന വാദമൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അത്തരത്തിൽ അപഹാസ്യനായി പോയ അദ്ദേഹം ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് റവന്യൂ മന്ത്രിയെയും അതുപോലെ മുഖ്യമന്ത്രിയെയും വിളിച്ചിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. എടുത്തില്ല എന്നുള്ളപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി വളരെ ലളിതമായി പറയുന്നത് അത് ക്യാബിനറ്റ് മീറ്റിങ്ങിന് ഇരുന്നപ്പോഴാണ് വിളിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതായത് അവരുടെ ഒരു MLAക്ക് പോലും യാതൊരു വിധത്തിലുള്ള ഒരു കോൺഫിഡൻസും ഈ മന്ത്രിസഭയിലോ ഈ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളിലോ ഇല്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റജി ചെറിയാൻ തന്നെ ഇന്ന് പറഞ്ഞൊരു വാചകം എന്നെ ഞെട്ടിച്ചു. ആ വാചകത്തിലുണ്ട് എല്ലാ അമർഷവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി എന്തായാലും നമുക്ക് ഇവിടെ വന്നിട്ട് കൊണ്ടുകിടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുനടക്കാൻ സമയമില്ല, നമുക്ക് ബാക്കിയുള്ള ഒരുപാട് പണികൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നേക്കുന്ന ഒരു കാര്യം എന്താ, ജി സുധാകരൻ തന്നെ അവിടെയുള്ള ഒരു ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇന്ന് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഗവൺമെൻറ് ടൗൺ LP സ്കൂൾ ചങ്ങനാശ്ശേരിയിൽ അവിടുത്തെ ജോബ് എന്ന് പറയുന്ന MLA യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകരുടെ നേരെ കൈ ചൂണ്ടി അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് ചങ്ങനാശ്ശേരിയാണ്, ഇവിടെ നടക്കില്ല. അത് എന്താ കാരണമെന്നറിയോ ശരത്തെ? രാവിലെ 9:30 ഭക്ഷണം കഴിക്കേണ്ട ആളുകളടക്കം യഥാർത്ഥത്തിൽ 2:30 ഭക്ഷണം കിട്ടിയിട്ടില്ല. ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവരോട് പറയാണ് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയല്ല കഴിക്കുന്നത്, അപ്പോൾ ഇവിടെയും ഉണ്ടാക്കി കഴിച്ചാൽ എന്താ കുഴപ്പം എന്നുള്ള നിലക്ക് അപമാനിക്കപ്പെടുന്ന രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പത്തനംതിട്ട കോഴഞ്ചേരിയിൽ അത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് കൊണ്ടുവരേണ്ടത്. എന്നിട്ട് യഥാർത്ഥത്തിൽ അവിടെയുള്ള ചെറിയ കുട്ടികൾ, കിടപ്പ് രോഗികൾ, ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് അവർ പുറത്തു നിന്ന് ഭക്ഷണം മേടിച്ച് ഒരു അധ്യാപകനെ വിളിച്ചു പറഞ്ഞ് അദ്ദേഹം ബ്രെഡും പഴവും കൊണ്ടുവന്ന് ആ പഴവും ബ്രെഡും കഴിച്ചു എന്നാണ് തലേ ദിവസം രാത്രി എന്ന് പറഞ്ഞാൽ. എന്നിട്ട് യഥാർത്ഥത്തിൽ അവിടുത്തെ ജോബ് എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലെ MLA ഏതാനും ചില ആളുകളുമായി വന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു, അതിലൊരാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നലുണ്ടാകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ശരി രതീഷ് ചക്രമണി, ഞാൻ വരാം. കാരണം ഇതാണ് ഇതിൽ പറഞ്ഞു പോവുകയാണ്. ഈ പറഞ്ഞ പുതിയ MLA-മാരിൽ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളും ഇത്തരം പൊതുപ്രവർത്തനങ്ങളും ഈ ക്യാമ്പിൽ കഴിയുന്നവരോട് അവരെങ്ങനെയാണ് കഴിയുന്നത്, അവിടെ എന്തൊക്കെയായിരുന്നു മുൻകാലത്തെ സൗകര്യങ്ങളെന്നൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവരുമൊക്കെ പുതിയ MLA-മാരാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്, പറയേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നത്. വീട്ടിൽ നിന്ന് കെട്ടിപ്പിറക്കി സാധനങ്ങളുമായി വന്ന് ഇവിടെ അങ്ങ് പാചകം വെച്ച് കഴിച്ചാൽ പോരെയെന്ന്. അങ്ങനെയല്ല. സർക്കാരിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പിൽ അവർക്ക് കഴിക്കാനുള്ളത്, ഉടുക്കാനുള്ളത്, അവർക്ക് വെളിച്ചം, വെള്ളം, കിടന്നുറങ്ങാൻ കാർഡ്ബോർഡിൻ്റെ പുറത്താണ് പല സ്ഥലത്തും സ്ത്രീകൾ കിടന്നുറങ്ങിയത്. പോലുമില്ല. ഇതൊന്നും ആയിരുന്നില്ല കേരളത്തിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പിൽ. നിങ്ങൾ 4 പേരിലേക്കും എൻ്റെ മുമ്പിൽ ഈ ചർച്ചയിൽ നിങ്ങൾ 4 പേരുണ്ടല്ലോ, ഞാൻ ഒരു താരതമ്യം, എനിക്ക് തോന്നിയൊരു താരതമ്യമാണ്. ഞാൻ ഈ ചർച്ചയ്ക്ക് വരും മുമ്പ് ഞങ്ങൾ ഓഫീസിൽ സംസാരിച്ചപ്പോൾ വന്ന് കേട്ടൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനോടകം 5000-ൽ പരം, വെറും 5000-ൽ പരം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളൂ. കുറച്ച് കൂട്ടിയിട്ടുള്ളൂ, 5000-ൽ പരം. 2018-ലെ പ്രളയകാലത്ത് 1 ലക്ഷത്തിനപ്പുറം ആളുകളാണ് ക്യാമ്പിൽ കിടന്നത് കേരളത്തിൽ എമ്പാടും. എത്ര പരാതി കേരളം കേട്ടിട്ടുണ്ട്, എത്ര പരാതി കേട്ടിട്ടുണ്ട്. 1.5 ലക്ഷത്തിനടുത്ത ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരു സർക്കാർ പ്രളയകാലത്ത് 2018-ൽ നോക്കി. താരതമ്യം ചെയ്യും സർ, കേരളം താരതമ്യം ചെയ്യും. വെറും 5000 ആളുകളെ ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ ഈ സർക്കാരിന് നേരെ ചൊവ്വേ നോക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ അത് ചോദിക്കുമ്പോൾ അസ്വസ്ഥപ്പെട്ടിട്ട് ഒരു കാര്യമില്ല മുഖ്യമന്ത്രി. അത് കുത്തിത്തിരിപ്പാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവർ വിലയിരുത്തട്ടെ. ഇന്ന് എത്ര ചോദ്യം ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ട്? അതെ, എല്ലാം ഓക്കെയാണ്, എല്ലാ ക്യാമ്പും സെറ്റാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്.
ഞാൻ അതുകൊണ്ടാണ് ഈ താരതമ്യം വെച്ചത്. ഇപ്പോൾ 5000 6000 ആളുകൾ, 1.5 ലക്ഷത്തിനടുത്തത്. ജനീഷും സലാമും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ജനപ്രതിനിധികളായിരുന്നവരും ജനപ്രതിനിധിയായി തുടരുന്നവരും അല്ലേ. പ്രളയകാലത്തെ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ, താരതമ്യം ചെയ്യൂ, എന്നിട്ട് താരതമ്യം ചെയ്യൂ. ഞാൻ ജനീഷിലേക്ക് വരികയാണ്. ജനീഷ് 8:30 വരെ മാത്രമേ ഉള്ളൂ. ഇന്ന് അദ്ദേഹം ഏറെ തിരക്ക് പിടിച്ച ഒരു തിരക്കിൽ നിൽക്കുകയാണ്. വേറൊന്നുമല്ല, കോന്നിയോട് കാട്ടിയിട്ടുള്ള വലിയ അവഗണനയുമായി ബന്ധപ്പെട്ട ശക്തമായ വിമർശനങ്ങൾ, അതുപോലെ പത്തനംതിട്ടയിൽ ജില്ലയിൽ മുഖ്യമന്ത്രി അടക്കം വന്നിട്ടും പിശകുകൾ എവിടെയാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എന്ന ചില വ്യക്തത വരുത്തിയുള്ള ചില വിമർശനങ്ങൾ ഇന്ന് അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിനെ ഇതേക്കുറിച്ച് സംസാരിക്കാനായി വിളിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 8:30 അദ്ദേഹത്തിന് പോവുകയും വേണം. ഞാൻ ജനീഷോട് ചോദിക്കാൻ വരുന്നത്, ജനീഷ്, ഇന്ന് താങ്കൾ ഈ വാർത്താ സമ്മേളനമൊക്കെ നടത്തി കഴിഞ്ഞ് മുഖ്യമന്ത്രി അതേക്കുറിച്ച് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഒന്ന്, പത്തനംതിട്ടയിൽ നടന്നത് MLA-മാരുടെ യോഗമൊന്നുമല്ല, അവിടെ കുറേ MLA-മാരൊക്കെ വന്നിരുന്നു. അങ്ങനെ തിരക്കി പിടിച്ച് ജനീഷ് ചെന്നിരുന്നെങ്കിൽ ജനീഷിനും മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. 2, ഏറ്റവും അധികം മഴക്കെടുതികൾ ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് പോയത് എന്നത്. അത് ശരിയുമാണ് കേട്ടോ, അതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു മാധ്യമപ്രവർത്തകൻ തന്നെ അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിലിട്ടു, മല്ലപ്പുഴശ്ശേരിയിൽ ആറന്മുളയിൽ അദ്ദേഹം 1:19 പൈലറ്റ് വാഹനം എത്തി, 1:20 മുഖ്യമന്ത്രി എത്തി, 1:22 അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ആ പറഞ്ഞ സത്യമാണ്, ശരിയുമാണ്. അദ്ദേഹം അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കോന്നിക്ക് വരിക? മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ട ശേഷം ജനീഷ് കുമാറിന് പറയാൻ തോന്നുന്നത് എന്താണ്? താങ്കളുടെ ഇനിയത്തെ മറുപടി എന്താണ്? അല്ല, അവിടെ MLA-മാരെ വിളിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജില്ലയിലെ 4 MLA-മാരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ MLA-മാരെ വിളിക്കാത്ത കോൺഗ്രസിൻ്റെ കുറേ അധികം DCC സെക്രട്ടറിമാർ, മണ്ഡലം സെക്രട്ടറിമാർ, അങ്ങനെയുള്ള കുറേ ആളുകൾ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു യോഗമായിരിക്കാം, അതായിരിക്കാം ഉദ്ദേശിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചത് കോന്നി MLA വിളിക്കേണ്ടതില്ല. അപ്പോൾ വിളിക്കേണ്ടതില്ല എന്ന് പറയാൻ കാരണം, അതിനു മുമ്പ് വിഷ്ണുനാഥ് പങ്കെടുത്ത യോഗത്തിൽ ഞാൻ ചില കാര്യങ്ങൾ വെച്ചു. അതിന് വിമർശനമായിട്ടൊന്നും കരുതല്ലേ. നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. കോന്നിയിലെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറെ വൈദ്യുതി പോസ്റ്റുകളെല്ലാം നഷ്ടപ്പെട്ടു, വൈദ്യുതി തടസ്സം നിന്നു. അവിടുത്തെ സെക്ഷനിലുള്ള 6-10 ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇതൊന്നും നടക്കില്ല. പുറത്തുനിന്ന് ജീവനക്കാരെ കൊണ്ടുവരണം. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചു. കൃഷി ഓഫീസർമാർ പോലും സ്ഥലത്തില്ല. അപ്പോൾ അവിടെ പുറത്തുനിന്ന് കൃഷി വകുപ്പ് ജീവനക്കാരെ കൊണ്ടുവരണം, അതിൻ്റെ കണക്കെടുക്കണം. അതോടൊപ്പം തന്നെ പലയിടത്തും വില്ലേജ് ഓഫീസർമാരില്ല, പഞ്ചായത്ത് സെക്രട്ടറിമാരില്ല. ഈ കാര്യം ജീവനക്കാരെ കൊണ്ടുവരണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞ് പോയി, പക്ഷെ ഒന്നും നടപ്പിലായിട്ടില്ല, ഇതുവരെ നടപ്പിലായിട്ടില്ല. അപ്പോൾ ആ വിവരങ്ങൾ സൂചിപ്പിക്കും, ഈ യോഗത്തിൽ സൂചിപ്പിക്കും എന്ന ധാരണയിലാവാം അത് വിളിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. പിന്നീട് കോന്നി വഴിയാണ് അദ്ദേഹം പോയത്. അദ്ദേഹം മനുഷ്യനാണോ? കോന്നി വഴി പോകുമ്പോൾ ആ കോന്നിയുടെ സ്ഥലത്ത് ഇപ്പോൾ വന്ന് നോക്കിയാൽ 2 ഭാഗത്തുമുള്ള ധാരാളം കൃഷി സ്ഥലങ്ങളെല്ലാം നശിച്ച്, വാഴകളെല്ലാം ഒടിഞ്ഞു നിൽക്കുകയാണ്. 1000കണക്കിന് വാഴകൾ. ജസ്റ്റ് ആ കൃഷിക്കാരനെ ഒന്ന് കണ്ട് അവനെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ അവന് കിട്ടുന്നൊരു ആശ്വാസമുണ്ടല്ലോ, അത് ആ നഷ്ടപ്പെട്ടവനെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഇവർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അദ്ദേഹം കോന്നി വഴി പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉരുളുപൊട്ടി, ഏറ്റവും കൂടുതൽ വീടുകൾ ഈ ജില്ലയിൽ പൂർണ്ണമായി നഷ്ടപ്പെട്ട മണ്ഡലം കോന്നിയാണ്. ധാരാളം മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു, സംരക്ഷണ ഭിത്തി പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലം വഴി പോകുമ്പോൾ പോലും അവിടെ കയറുന്നില്ല. ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥരെ യോഗം വിളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടതില്ല, അറിയിപ്പ് ഇല്ല. ഇതൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ദുരന്തമുഖത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നാടകങ്ങൾ, ദുരന്തമുഖത്ത് പോലും അദ്ദേഹം കാട്ടുന്ന രാഷ്ട്രീയം. ഇപ്പം ഈ ഘട്ടത്തിലാണ് മുൻ മുഖ്യമന്ത്രിയെ നമ്മൾ ഓർക്കുന്നത്. അദ്ദേഹം ആ ദുരന്തം, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം 2018 ഉണ്ടായപ്പോൾ പത്തനംതിട്ടയിലേക്ക് അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് വന്നത്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ വരുമ്പോൾ തൊട്ട് സൈഡിൽ രമേശ് ചെന്നിത്തല, അന്നത്തെ പ്രതിപക്ഷ നേതാവിനെയും കൂട്ടിയാണ് വന്നത്. ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. പിന്നീട് അങ്ങ് ഒന്നിച്ചു പോവുകയായിരുന്നു. അതാണ് നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതിനെയെല്ലാം നമ്മൾ അതിജീവിച്ചു. ഇപ്പം ക്യാമ്പുകളുടെ അവസ്ഥയെന്ന്, ഇപ്പം ഞാൻ പോട്ടെ, ഞാൻ പ്രതിപക്ഷ MLA ആണെന്ന് പറയാം. അബിൻ വർക്കി ഇന്നലെ എന്താ പറഞ്ഞത്? റവന്യൂ വകുപ്പ് കൂടുതൽ ഊർജ്ജസ്വലമായി ഇടപെട്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കൂ. റവന്യൂ വകുപ്പ് ഇടപെടണം.
ആദ്യ ദിവസമൊക്കെ റാന്നിന്ന് പഴകുളം പൊതു ന്യായീകരിക്കാനുണ്ടായിരുന്നു. ഇന്ന് ഒരു ചാനലും പോയിട്ടില്ല, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്കും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. ഇന്നെല്ലാം KSUക്കാരെ യൂത്ത് കോൺഗ്രസ്സുകാരെയാണ് ന്യായീകരിക്കാൻ വിട്ടേക്കുന്നത്. ജനപ്രതിനിധികൾക്ക് പോകാൻ കഴിയുന്നില്ല. അതുതന്നെയാണ് ആലപ്പുഴയിലെ സ്ഥിതി. ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ സ്ഥിതി എന്താ? ആരോടും പറയേണ്ട കാര്യമില്ല. ഒരു കണ്ണുപൊട്ടനോടും മനസ്സിലാക്കുന്ന നിലയിലല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ആ ഡാം തുറന്നു വിട്ടു. 3 ഡാമുകൾ തുറന്നു വിട്ടതിന് ശേഷമാണ് റാന്നി ടൗണിൽ വെള്ളം കയറുന്നത്. മുമ്പ് എന്തായിരുന്നു? 2018 ഈ അനുഭവം ഉണ്ടായി. അതിനുശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നേക്ക റെഡ് അലേർട്ട് വരുന്നു. റെഡ് അലേർട്ട് വരുമ്പോൾ തന്നെ ഈ 3 ഡാമുകളുടെയും സംഭരണ ശേഷി കൂട്ടും. തോട്ടപ്പള്ളിയിലെ ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങൾ ആലപ്പുഴയിൽ പറയുന്നത് പോലെ പത്തനംതിട്ടയിൽ ചെയ്യുന്നത് എന്താ? മൂഴിയാറും അതോടൊപ്പം തന്നെ അള്ളുങ്കലും കാരികയും ഉൾപ്പെടെ 3 ഡാമുകളിലെ വെള്ളം മഴ അല്ലാത്ത സമയത്ത് പകല് തുറന്നു വിട്ട് അവിടെ ശേഖരിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കും, അവിടെ സംഭരിക്കും. ഇപ്പോൾ അതുണ്ടായിട്ടില്ല. അതിനുണ്ടാകത്തതിൻ്റെ ഭാഗമായി കാരികയം ഡാമിൽ നിന്നും പമ്പയാറ്റിലേക്ക് പോകുന്നത് കേവലം 80 കുബിക്ക് വെള്ളമായിരുന്നുവെങ്കിൽ ഇന്ന് ആ ഡാം തുറന്ന 750 കുബിക്ക് വെള്ളമാണ് പമ്പയാറ്റിലേക്ക് എത്തി റാന്നി ടൗണിൽ വെള്ളം കയറിയത്. ആ പാവപ്പെട്ട വ്യാപാരികൾ കണക്കെടുക്കാൻ പറ്റാത്തത്രയും നഷ്ടമാണ്. ഒരു കണക്കും എടുക്കാൻ കഴിയുന്നില്ല, വലിയ നഷ്ടം. അപ്പോൾ അതുണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇന്നലെയും പ്രഹസനമല്ലായിരുന്നോ? പ്രഹസനം അവിടെ വന്ന് കോൺഗ്രസ്സുകാരെല്ലാം കൂട്ടി നിവേദനം വാങ്ങിച്ചു വെക്കൂ. നമ്മൾ കണ്ടതല്ലേ ജനീഷ്? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ദൃശ്യം. താങ്കളിലൂടെ തന്നെ ദുരന്ത നിവാരണ ചെയർമാനായ ജില്ലാ കളക്ടർ പോലും ആ വേദിയിൽ എത്താൻ കഴിയില്ല. ഞാൻ താങ്കൾ തന്നെ അത് ജനങ്ങളുടെ മുമ്പാകെ ഒരു വീഡിയോ താങ്കളുടെ പോസ്റ്റ് FBയിൽ കാണാനിടയായി. അതായത് മുഖ്യമന്ത്രിക്ക് അടുത്ത് ഇതുപോലൊരു ദുരന്തം കൈകാര്യം ചെയ്യുന്ന സമയത്തുണ്ടാകേണ്ടത് അവിടുത്തെ ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോലും എത്താൻ കഴിയാതെ അദ്ദേഹം കൈയും കെട്ടി മാറി നിൽക്കേണ്ടി വരുന്നു. ഒപ്പം ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് DCC ആഫീസിൽ മുഖ്യമന്ത്രിക്ക് സ്വീകരണം ഒരുക്കിയതാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണെന്ന് തോന്നുന്നു. ആ ആശുപത്രിക്കകത്ത് കോൺഗ്രസ്സുകാരെല്ലാവരും കൊടിയുമായി കയറി ആരോഗ്യമന്ത്രിക്ക് അവിടെ സ്വീകരണം കൊടുക്കും മട്ടിലാണ്. ജില്ലാ കളക്ടർ നിസ്സഹായനായി മാറി നിൽക്കുന്നത് താങ്കളിലൂടെ തന്നെ കാണാനിടയായ ഒരു കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു. ആ കാലത്തൊക്കെ തുടർന്ന് ഇങ്ങോട്ട് ഓരോ വർഷവും കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി എന്ന നിലയിൽ K. രാജൻ മുഖ്യമന്ത്രിക്കൊപ്പം മറ്റു മന്ത്രിമാർക്കൊപ്പം റവന്യൂ മന്ത്രിക്ക് വലിയൊരു ചുമതലയും വലിയ ഉത്തരവാദിത്തമുണ്ട് ഈ ഏകോപനത്തിൽ. വ്യക്തതയോടെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നിരന്തരം ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക, മുഖ്യമന്ത്രി കൊടുക്കുന്ന നേതൃത്വത്തിനൊപ്പം നിന്നുകൊണ്ട് വിശദീകരിക്കുക. ഇവിടെ റവന്യൂ മന്ത്രി എവിടെയാണ്? റവന്യൂ മന്ത്രി ചിത്രത്തിലില്ല എന്നൊരവസ്ഥ കൂടിയുണ്ട്. ഏറ്റവും അധികം ജനങ്ങളിലേക്ക് വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചുമതലപ്പെട്ട മുഖ്യമന്ത്രിയെപ്പോലെ അല്ലെങ്കിൽ രണ്ടാമൻ റവന്യൂ മന്ത്രിയാണ്. അദ്ദേഹം എവിടെ? നിങ്ങളുടെയൊക്കെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുന്ന കാര്യമാണ്. ഈ പത്തനംതിട്ടയിലെ ഒരു അനുഭവത്തിൽ നിന്ന്, മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ജില്ലാ കളക്ടറുടെ അവസ്ഥ ഇത്. റവന്യൂ മന്ത്രിയെ കാണാനില്ല. ക്യാമ്പുകളുടെ സ്ഥിതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൂടി ഒന്ന് കേൾക്കണമെന്നുണ്ട് ജില്ലയുടെ പശ്ചാത്തലത്തിൽ, ജില്ലയുടെ അവസ്ഥ വെച്ച് ജനീഷ്. അതെ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിക്കുമ്പോൾ റവന്യൂ മന്ത്രി, ആരോഗ്യമന്ത്രി ഇവരൊക്കെ ഉണ്ടാവും, ചീഫ് സെക്രട്ടറി എല്ലാം ഉണ്ടാവും. ഈ യോഗത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് കൂടി എന്ന് പറയുന്ന യോഗത്തിൽ എവിടെ റവന്യൂ മന്ത്രി, ആരോഗ്യമന്ത്രി എവിടെ? ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കേവലമായ രാഷ്ട്രീയമല്ല ശരത്തെ. ഈ പ്രദേശങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം. സത്യത്തിൽ തകർന്ന് നിൽക്കുക സാധാരണ ജനങ്ങൾ. ഒരു മാർഗവുമില്ല. സാധാരണ ജനങ്ങൾ മനസ്സ് തകർന്ന് നിൽക്കുക, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവനെ അവൻ്റെ വേദന അറിയൂ, അവൻ്റെ വേദന മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആ ഘട്ടമാണ്. ഇവിടെ റവന്യൂ സെക്രട്ടറി ഇല്ലെന്നേ. ഈ ദുരന്തം നടക്കുന്ന ഈ സമയത്ത് റവന്യൂ സെക്രട്ടറി ഇവിടെ ഇല്ല. 18 പ്രളയമുണ്ടായപ്പോൾ ഇവിടെ ഉയർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ധാരാളം ആളുകളെ മുമ്പുണ്ടായിരുന്ന കളക്ടർമാർ ഉൾപ്പെടെയുള്ള ഇവിടെ പോസ്റ്റ് ചെയ്തു. ഒരു വകുപ്പിൻ്റെയും ഒരു സ്റ്റേറ്റ് തല ഓഫീസർമാരും ഇവിടെ എത്തിയിട്ടില്ല, ഒരാളും എത്തിയിട്ടില്ല. ഇവിടെ ഇതെല്ലാം കോൺഗ്രസ്സുകാരുടെ കുടുംബക്കാര്യം പോലെ അവരിങ്ങനെ ഒരു പ്രചരണം നടത്തി ഓരോ ലൊക്കേഷൻ പോയി സെറ്റ് ചെയ്യുകയാണ്. ഇന്നലെ വന്നതിന് ശേഷം എന്ത് പ്രഹസനമായിരുന്നു എല്ലാം കണ്ടില്ലേ? ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ പറഞ്ഞില്ലേ നമ്മുടെ മല്ലപ്പുഴശ്ശേരിയിലുണ്ടായിരുന്ന ലൊക്കേഷൻസ്. അതിനുശേഷം റാന്നിന് ശേഷം തിരുവല്ലയിൽ ചെന്നത് എവിടെയാ? 12 ആളുള്ളൊരു ക്യാമ്പിലാണ് കയറിയത്.
ആ 12 ആളുള്ള ഒരു ക്യാമ്പിൽ, ഇവരുടെ മാത്രം നിയന്ത്രണത്തിലുള്ള ഒരു ക്യാമ്പിൽ അപ്പുറത്ത് 400-700 ആളുകളുള്ള ക്യാമ്പൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയെങ്ങും പോയില്ല. ആ ക്യാമ്പിൽ പോലും ചെന്നപ്പോൾ ഒരു പാവപ്പെട്ടവൻ എന്തോ ഒന്ന് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ രാവിലെ 2 അടിച്ചിട്ടാ വന്നതെന്ന് തോന്നുന്നു. എന്ത് പരിഹാസമാണ്! ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യാവോ? ഇന്ന് മത്സ്യത്തൊഴിലാളികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ മത്സ്യത്തൊഴിലാളികളെ പരിഹസിക്കുന്നു. ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമാണ്. എന്ത് ചോദിച്ചാലും ഞങ്ങൾ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ആ മറുപടി പറഞ്ഞാൽ പോരെ. ഞാൻ പറയുന്നു, ഇപ്പോൾ റജി ചെറിയാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്ന്. ഞാൻ പല മന്ത്രിമാരെയും വിളിച്ചു. കൂടുതൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാരെ കിട്ടുമെന്നറിയാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയെ വിളിച്ചു. ഭാഗ്യം കൊണ്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല. ഞാൻ ഈ പറയുന്ന കൃഷി വകുപ്പ് മന്ത്രിയെ വിളിച്ചു. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി, പാവപ്പെട്ട കർഷകർ, അവർക്ക് കുറേ നിങ്ങൾ ജീവനക്കാരെ കൂടി തരണം. ആൾ ഫോൺ എടുത്തില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇത് താരതമ്യത്തിൻ്റെ പ്രശ്നമല്ല, മനുഷ്യൻ്റെ ജീവൻ്റെ പ്രശ്നമാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങളുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഗവൺമെൻറ് നിർവഹിക്കാത്തതിൻ്റെ ഭാഗമായി 10,000-കണക്കിന് പാവപ്പെട്ടവനാണ് ദുരിതത്തിൽ ജീവിക്കുന്നത്. അതാണ് പ്രശ്നം. ഒരു കാര്യം കൂടി അത് കഴിഞ്ഞ് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയുടെ റെസ്പോൺസ് കൂടി എടുത്തുകൊണ്ട് താങ്കളിലേക്ക് വരാം. അതായത് റവന്യൂ സെക്രട്ടറി സ്ഥലത്തില്ല എന്ന് താങ്കൾ പറഞ്ഞത് എന്തുദ്ദേശത്തിലാണ്? എന്താണ് ഉദ്ദേശിച്ചത്? അതുകൊണ്ട് ആ ജീവൻ ബാബു ആയിരുന്നു റവന്യൂ വകുപ്പ് സെക്രട്ടറി. അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ പോയി, കേന്ദ്ര സർവീസിലേക്ക് പോയി. പകരം ഒരു റവന്യൂ സെക്രട്ടറിയെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. ഇപ്പോൾ പൊതുഭരണ വകുപ്പിൻ്റെയും വനം വകുപ്പിൻ്റെയും ഒക്കെ ചുമതലയുള്ള ആൾക്ക് അധിക ചുമതല കൊടുത്തിരിക്കുകയാണ്. റവന്യൂ സെക്രട്ടറിയുടെയും കൂടി. റവന്യൂ സെക്രട്ടറി ഇല്ല. ഈ റവന്യൂ സെക്രട്ടറിയാണ് ഇതിൻ്റെ എല്ലാം കോർഡിനേഷൻ നടത്തേണ്ട ആള്. അദ്ദേഹം ആ പോസ്റ്റിൽ അധിക ചുമതല ആളിരിക്കുക. സ്വതന്ത്ര ചുമതലയിൽ കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ്. ആ സ്ഥാനത്ത് ആളില്ല ഇപ്പോൾ കേരളത്തിൽ. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ റവന്യൂ മന്ത്രി പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഗംഭീരമായിട്ടുണ്ട്, ജോറായിട്ടുണ്ട് എന്നേ പറയാനുള്ളൂ. രജിൻ കേട്ടല്ലോ. ഇപ്പോൾ ജനീഷിനെ ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിൽ കണ്ടുകൊണ്ടായിരിക്കും രജിൻ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഭരണകക്ഷി MLA ആയിട്ടുള്ള റജി ചെറിയാൻ്റെ അവസ്ഥയോ? അദ്ദേഹവും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ്. ഇപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് പോട്ടെ, അത് മാത്രമല്ല. അപ്പോൾ ഇത് ഈ കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്ന്, വിമർശനങ്ങളിൽ നിന്ന് തിരുത്താൻ, കറക്റ്റ് ചെയ്യാൻ സർക്കാർ സന്നദ്ധമാവേണ്ടേ? അതിനുള്ളൊരു താല്പര്യമില്ലായ്മയുമുണ്ട് എന്ന പ്രശ്നം ഇതിനകത്ത് വിമർശനപരമായി ഉയരുന്നുണ്ട്. രജിൻ കേട്ടല്ലോ മറുപടി. നോക്കൂ ശരത്തെ, ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ എനിക്കറിയാം. കോന്നിയിലെ MLA ജിനീഷ് കുമാർ 2ാമത്തെ തവണയാണ് അവിടെ MLA ആയിട്ട് വരുന്നത്. അദ്ദേഹമൊക്കെ ഈ പറയുന്ന MLA ആയിട്ടിരുന്നുകൊണ്ട് സത്യത്തിൽ ഒരു സർക്കാരിനെ വിമർശിക്കുന്ന രീതി കാണുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ ആ പദവിയിൽ നിന്നും അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരുന്ന പോലെ എനിക്ക് തോന്നലുണ്ടായത്. കാരണം നമുക്കെല്ലാം അറിയാം, ദുരന്തമുഖത്ത് നിൽക്കുന്നവരാണ് എല്ലാവരും. കോന്നിയെ സംബന്ധിച്ച് അവിടെ ഉരുൾപൊട്ടലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ദുരന്തമുഖം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടായ പത്തനംതിട്ടയിലും റാന്നിയിലും ഒക്കെയുള്ള പ്രദേശങ്ങളിൽ അതിനേക്കാൾ വലിയ രീതിയിലുള്ള ആളുകൾ ഈ പറയുന്ന ക്യാമ്പിലേക്കൊക്കെ പോവുകയാണ്. അവിടെ ഒരു ദുഷ്ടാക്കളോട് കൂടി ചിലർ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ക്യാമ്പുകളിലൊന്നും എടുത്തു പറയാവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഈ ക്യാമ്പുകളൊക്കെ ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ, നിങ്ങൾ ഈ പറയുന്ന രീതി, ഞാനിപ്പം ഈ കൈരളി ചാനലിന്റെ ഇൻട്രോ പറയുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന അതിശയത്തോടു കൂടിയാണ് ഞാൻ അത് കേട്ടുകൊണ്ടിരുന്നത്. കാരണം മറ്റു ഒരു ചാനലുകൾ, ഒരു മീഡിയാസും ഈ പറയുന്ന രീതിയിലുള്ള മറ്റ് വാർത്തകളൊന്നും ഒരു കാർഡ് രൂപത്തിൽ പോലും ഇന്നത്തെ ദിവസം ഈ പറയുന്ന ഒരു ചാനലിന്റെ പ്ലാറ്റ്ഫോമിലും കാണുന്നില്ല. പക്ഷെ അവിടെയും ഈ പറയുന്ന ദുരന്തമുഖത്ത് നിൽക്കുന്നവരെ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കി സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലെങ്കിൽ സർക്കാരിന്റെ കുറെ വീഴ്ചകളുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടി കാണിക്കുന്ന ഒരു രീതി, അത് സത്യം പറയാൻ ശരിയല്ല. 2018-ലും 2019-ലും ഒക്കെ പ്രളയം ഉണ്ടായി. ആ പ്രളയം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ വാർ റൂമായിട്ട് പ്രവർത്തിച്ച ഒരു സംവിധാനമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ സംവിധാനത്തിലൊക്കെ ഞങ്ങളൊക്കെ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളായിട്ട് നിൽക്കുമ്പോൾ തന്നെ സർക്കാരിന്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ, അല്ല സർക്കാരിനെ പഴികേൽപ്പിക്കുവാൻ, അല്ലെ പഴിവാരി അറിയിക്കാനോ, അവിടുത്തെ ന്യൂനതകൾ പറഞ്ഞ്, അല്ലെ അവിടെ കറണ്ട് ഇല്ല, അല്ലെ അവിടെ ജനറേറ്റർ ഇല്ല, അവിടെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് കേൾപ്പിക്കുവാനോ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ വിളിച്ചിട്ട് നിങ്ങൾ സർക്കാരിനെതിരെ പറയണം എന്ന് പറയിപ്പിക്കുകയല്ല ഞങ്ങളാരും ചെയ്തത്. അന്നത്തെ സർക്കാർ, ഏത് സർക്കാരായാലും ആ സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകളാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങളെ പോലുള്ളവരെ ഇപ്പൊ അതിശയിപ്പിക്കുകയാണ്. ശരിയാണ്, നിങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്.
പക്ഷെ അവിടെയൊക്കെ ദുഷ്ലാക്കോട് കൂടിയാണ് ഈ പറയുന്ന രീതിയിലേക്ക് ദുരന്തമുഖത്തേക്ക് സാധാരണക്കാരോട് കാണിക്കുന്ന അങ്ങേയറ്റം ഒരു കരുണ കാണിച്ചില്ലെങ്കിലും അവരെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റി നിർത്തുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, പൂർത്തിയാക്കുന്നതല്ല താങ്കൾ പറഞ്ഞ അല്ലല്ല. അതായത് ഒരു ദുരന്ത ബാധിതർക്ക് പരാതിയില്ല. ചോദ്യം താങ്കളോടാണ്. ദുരന്ത ബാധിതർക്ക് നിങ്ങൾ മാധ്യമ വിമർശനത്തിന് മാത്രമാണ് സമയം കണ്ടെത്തിയത്. താങ്കളുടെ അവസരം തന്നെ താങ്കൾ പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസം ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ ഒന്നും അവരുടെ അനുഭവങ്ങളും പരാതികളും പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ താങ്കളുടെ വാദം. കൈരളി അതേതോ താല്പര്യത്തോടുകൂടി ചെയ്യുന്നു എന്ന് പറഞ്ഞത് രണ്ടാമത്തെ വാദം. മറ്റു മാധ്യമങ്ങളിൽ ഒരു കാർഡ് പോലും പോയിട്ടില്ല. ഞാൻ സ്ഥാപനത്തിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ വേണമെങ്കിൽ വാട്സപ്പിൽ അയച്ചു തരാം. മറ്റൊരു മാധ്യമത്തിൻ്റെ കാർഡാണ്. നേരത്തെ രതീഷ് ചക്രപാണി ഇവിടെ പറയുകയും ചെയ്തു. ഭക്ഷണം ചോദിച്ചപ്പോൾ 5-ാം തീയതി ഓഗസ്റ്റിൻ്റെ കാർഡാണ്. ഭക്ഷണം ചോദിച്ചപ്പോൾ വീട്ടിലൊന്നും വെക്കാതെയാണോ കഴിക്കുന്നത് എന്ന് ചോദിച്ചു. വെള്ളക്കെട്ട് വന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇത് കേൾക്കേണ്ട കാര്യമില്ല. ദുരിതം പറഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ. ഞാനൊരു സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്. ഇത് മാധ്യമങ്ങളായ മാധ്യമങ്ങളിൽ വന്നതാണ്. പറഞ്ഞോളൂ. അല്ലല്ല, ഒരു അങ്ങേപോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തനം ഇത്ര വില കുറഞ്ഞ രീതിയിലേക്ക് ചർച്ചയെ കൊണ്ടെത്തിക്കുന്നത് വില കുറഞ്ഞായിട്ട് തോന്നുന്നു. നമ്മൾ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ശരത്തെ. ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളാരും ഈ മനുഷ്യരെ കാണാത്ത ദുരന്തമുഖത്ത് നിൽക്കാത്തവരൊന്നും അല്ല. ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നവരും അല്ല. നിങ്ങൾ തിരക്കി നോക്കിയാൽ മതി അങ്ങനെയാണോ ഇല്ലയോ എന്ന്. നിങ്ങളുടെ ആൾക്കാരോട് പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ സർക്കാർ, ഇവിടുത്തെ റവന്യൂ വകുപ്പ്, ആ സിസ്റ്റത്തിന്റെ പോരായ്മകളാണ് ചൂണ്ടിക്കാട്ടിയത്. റെജിനെ വ്യക്തിപരമായി പറഞ്ഞതല്ല. ഉണർന്ന് പ്രവർത്തിക്കുകയാണ് കേരളത്തിൽ, ഉണർന്ന് പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനം. അങ്ങനെ ചെയ്യുമ്പോൾ ഉയരുന്ന വിമർശനങ്ങളെ ഉൾക്കൊള്ളണം, തിരുത്തി കൊടുക്കണം. ചെയ്യുന്നില്ല. അതെന്താ മനസ്സിലാക്കാതെ? സർ, ചെയ്ത കാര്യങ്ങൾക്കൊപ്പം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം ഇന്ന പിശകുകൾ ഉണ്ട് എന്ന് അവർ പറയുമ്പോൾ തിരുത്തണം. ബഹുമാനപ്പെട്ട MLA, കോന്നി MLA ജിനീഷ് കുമാർ ഈ പറയുന്ന മുഖ്യമന്ത്രി വന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് അവിടെ പോയില്ല എന്നുള്ളത് അദ്ദേഹം വിളിച്ചില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ റെജിൻ എങ്ങനെയാണ്? താങ്കൾ പറഞ്ഞാൽ പെശകുണ്ട്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് MLA മാരെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ MLA അങ്ങോട്ട് വരണ്ടെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. റെജിൻ എന്താണ് പറഞ്ഞത്? ജനീഷ് കുമാർ സഹകരിച്ചില്ല എന്ന്. അത് തന്നെ തെറ്റല്ലേ? തിരുത്തേണ്ട വാദമാണ് താങ്കൾ പറഞ്ഞത്. സഹകരിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. റെജിൻ പറഞ്ഞു അദ്ദേഹം അവിടെ പോയി അവിടെ പങ്കെടുക്കാത്തതിന്റെ വിഷമം അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പങ്കെടുക്കാത്തല്ല, വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. കോന്നിയിൽ മുഖ്യമന്ത്രി ചെന്നില്ല, കോന്നി വഴി മുഖ്യമന്ത്രി പോയി. മുഖ്യമന്ത്രി കാണാതിരിക്കുകയോ ഒരിക്കലും MLA വിളിച്ചിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സ്ഥലത്തെ? എന്താണ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ദുരന്തമുഖത്തേക്ക് ഒരു മുഖ്യമന്ത്രി ചെല്ലുകയാണ്, കടന്നു ചെല്ലുകയാണ്. അവിടുത്തെ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് പല ആരോപണങ്ങളും വന്നു. പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ അതിന് കൊടുക്കുന്നൊരു രീതിയുടെ പ്രശ്നമാണ്. നിങ്ങളത് DCC ഓഫീസിലെ സ്വീകരണ പരിപാടി പോലെയല്ല മുഖ്യമന്ത്രിയുടെ ഇത്തരം അവലോകനങ്ങൾ നടക്കേണ്ടത്. അത് ശരിയായ അവലോകനം നടക്കണം. ജില്ലാ കളക്ടർ പോലും വെളിയിൽ നിൽക്കുകയാണ്. നിങ്ങൾ കണ്ടോ ഇത് വല്ലതും? നിങ്ങൾക്കറിയുമോ? പത്തനംതിട്ട ജില്ലാ കളക്ടർ മാറി നിൽക്കുകയാണ് കോൺഗ്രസുകാരുടെ തള്ളുകാരൻ. അല്ലാതെ അവിടെ സ്വീകരണം ഒരുക്കുകയല്ല ചെയ്തത്. അവിടെ ഒരു സ്വീകരണം ഒരുക്കിയിട്ടില്ല. ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. നിങ്ങൾ അതുപോലെ പുനലൂർ എന്താ കണ്ടതെന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ആശുപത്രിക്കകത്ത് കയറി സ്വീകരണം. പറയാത്ത മുഖ്യമന്ത്രി ഉണ്ടാവും. അദ്ദേഹം വരുമ്പോൾ ജനങ്ങൾ അടുത്തോട്ട് ചെല്ലും. ജനങ്ങളല്ലെന്നേ, കോൺഗ്രസ് നേതാക്കൾ വളഞ്ഞു പൊതിഞ്ഞു പിടിച്ച് ശരിയായ അവലോകനം നഷ്ടപ്പെടുത്തി. വീട്ടിൽ പോയി ചോദിക്കുന്ന പറയുന്ന മുഖ്യമന്ത്രി അല്ലെന്നേ. അതുകൊണ്ട് ആൾക്കാർ ചെല്ലുന്ന അടുത്തേക്ക്. നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം. ചെയ്യാതിരുന്നാൽ ഈ വിമർശനം കേൾക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ജനീഷ് ചോദിച്ച പോലെ ഏതെങ്കിലും എം എൽ എ സർക്കാരിനെ ന്യായീകരിക്കാൻ ഇന്ന് ചർച്ചകൾക്കുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ് എം എൽ എ സർക്കാരിനെ ന്യായീകരിക്കാൻ ഇന്ന് ചർച്ചകൾക്കുണ്ടോ? ജനീഷ് ചോദിച്ച കേട്ടല്ലോ. എല്ലാ കോൺഗ്രസിന്റെ MLA-മാരെല്ലാം എല്ലാ കോൺഗ്രസിന്റെ MLA-മാരും അവരുമായി ബന്ധപ്പെട്ട നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ ചർച്ചയിൽ പറഞ്ഞല്ലോ. ശരി, ശരി, നിങ്ങൾ വിളിച്ചോ? സലാം. ഞാൻ ആലപ്പുഴയുടെ കൂടി സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് ക്യാമ്പുകളിൽ ഒന്നും ഒരു പ്രശ്നമില്ല എന്ന നിലയ്ക്ക് അത് സ്വാഭാവികമാണ്. ഒരു വാദം കോൺഗ്രസിന് ഈ ചർച്ചകളിലൊക്കെ വന്ന് അതൊക്കെ പറയാൻ പറ്റുള്ളായിരിക്കും. പക്ഷേ വിമർശനം ഉയരുമ്പോൾ അത് പരിഹരിക്കാനാണോ ഒരു സർക്കാർ ശ്രമിക്കേണ്ടത്? അതിനെ രാഷ്ട്രീയമായി ഒരു വളരെ നെഗറ്റീവായി എടുക്കുകയാണോ സർക്കാർ ചെയ്യേണ്ടത്? ക്യാമ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഒരു പുതിയ സർക്കാരാണ്, നമ്മളത് ആ പരിഗണനയൊക്കെ കൊടുക്കണം. പ്രത്യേകിച്ച് കോൺഗ്രസിന് ആ സംവിധാനങ്ങളിലൊക്കെ അതിൻ്റേതായ പരിമിതികളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ചൂണ്ടിക്കാട്ടിയാൽ അത് പരിഹരിക്കാനുള്ളൊരു താല്പര്യവും ശ്രമവും ഉണ്ടാകണ്ടേ? മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതുണ്ടോ എന്നുള്ളതാണോ ഒരു പ്രധാന പ്രശ്നം? അദ്ദേഹത്തിൻ്റെ സമീപനം
മന്ത്രിസഭാ യോഗത്തിന് ശേഷം കണ്ട വാർത്താ സമ്മേളനത്തിൽ എങ്ങനെയായിരുന്നു? ഇനി പത്തനംതിട്ടയിൽ നിന്ന് നേരെ ആലപ്പുഴയിലേക്ക് വന്നാൽ എന്താണ് അവസ്ഥ? ഇത്തരമൊരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇതുപോലെയുള്ളൊരു ക്രൈസിസ് വരുന്ന സമയത്ത് ശരിയായി സിസ്റ്റം പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഭാഗം, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും കുറവുകൾ സംഭവിച്ചാൽ ആ കുറവ് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായൊരു പ്രവർത്തനം സംഘടിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വ ബോധമാണ് ഉണ്ടാവേണ്ട കാര്യം. ഇവിടെ മുഖ്യമന്ത്രി മുതൽ ഇപ്പോൾ ഇവിടെ രജിൻ വരെ ഒരു കുറവ് പറ്റിയാൽ അതങ്ങ് അംഗീകരിക്കില്ല. അതിൻ്റെ ന്യായം പറഞ്ഞ് അങ്ങനെ ചർച്ച ചെയ്യുന്നു പോകാമെന്ന് ആലോചിക്കുകയാണ്. അതുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും ഉന്നതനായ ഒരാൾ അദ്ദേഹത്തിനെ സംസാരിച്ച് എത്ര നിസ്സാരമായിട്ടാണ് ഇപ്പോൾ ജനീഷ് കുമാർ ചർച്ചയിൽ പങ്കെടുത്തിട്ട് പോയി. നമ്മുടെ മുമ്പിൽ 2018 മഹാപ്രളയം പോട്ടെ, ഏതെങ്കിലും ഒരു ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഔദ്യോഗികമായ യോഗം വിളിക്കുന്നത് എങ്ങനെയാണ്? ഒരു മന്ത്രി വിളിച്ചാൽ, മുഖ്യമന്ത്രി വിളിച്ചാൽ എങ്ങനെയാണ് വിളിക്കുന്നത്? ഒരു ജില്ലയിൽ മീറ്റിംഗ് വിളിച്ച് ജില്ലയിൽ MLA-മാരുടെ ഒന്നാമത്തെ പ്രയോറിറ്റി അല്ലേ? അത് കഴിഞ്ഞാൽ ജില്ലാ കളക്ടർ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ ജില്ലാ കളക്ടർ പ്രാധാന്യം ഉണ്ടാകും. പക്ഷേ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ആദ്യം വിളിക്കേണ്ട MLA-മാരെയാണ്. ഇദ്ദേഹം പറഞ്ഞത് എന്താ? MLA-മാരെ ക്ഷണിച്ചിരുന്നില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഔദാര്യമാണോ? അവരുടെ റൈറ്റ് അല്ലേ? അത് മുഖ്യമന്ത്രി വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ വിളിക്കാതിരിക്കാൻ കാര്യം എന്ത്? വിളിച്ചില്ലെന്ന് പറയാൻ, വിളിച്ചില്ല എന്ന് പറയുക ആരൊക്കെയോ അവിടെയൊക്കെ വന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ MLA ഒഴിച്ച് ബാക്കി എല്ലാ ഭരണകക്ഷി MLA-മാരും വന്നു. സീരിയസ് ആയ കാര്യം, അവിടുത്തെ ഔദ്യോഗികമായ യോഗത്തിൽ നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർ കയറിയിരിക്കുകയാണ്. ഇരിക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറയാം, അല്ലെ മന്ത്രിമാർ പറയണ്ടേ? CMA മീറ്റിംഗ് മാത്രമല്ല, വിഷ്ണുനാഥിൻ്റെ മീറ്റിംഗ് നിങ്ങൾ നോക്ക്. ആ നാട്ടിലെ പ്രാദേശികമായ കോൺഗ്രസിൻ്റെ ഭാരവാഹികളെല്ലാം കൂടി കയറിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ കയറിയിരിക്കുകയാണ്. അത് ഇപ്പോൾ LDF ഭരിക്കുന്ന സമയത്ത് ഇതുപോലെ ഔദ്യോഗികമായോ മുഖ്യമന്ത്രി വിളിച്ചാൽ, മന്ത്രിമാർ വിളിച്ചാൽ അവിടെയെല്ലാം നാട്ടിലെ CPM നേതാക്കന്മാർ വന്നിരിക്കുമോ? രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വിളിച്ചാൽ അവർ വരും. അല്ലെങ്കിൽ ഔദ്യോഗിക സ്വഭാവത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, ഈ പറഞ്ഞ പോലെയുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയാണ് ഒരു ഔദ്യോഗിക സ്വഭാവം. ഇത് ഔദ്യോഗികമായ സ്വഭാവം തന്നെ ഒരു യോഗത്തിൻ്റെ സ്വഭാവം പോലും നഷ്ടപ്പെടുത്തിയിട്ട് ഈ പറഞ്ഞ നേരം ദിനേശ് കുമാർ പറഞ്ഞ ഒരു കോൺഗ്രസ് പരിപാടി പോലെ മാറ്റുന്നു. അതാണ് ഒരു പ്രശ്നം. ഇവിടെ രാഷ്ട്രീയമായി പ്രശ്നത്തെ കാണേണ്ടതില്ല. അത് ഞങ്ങളുടെ നിലപാട് തന്നെയാണ് ആ കാര്യം. പക്ഷേ ചില വീഴ്ചകൾ വരുമ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു എന്നുള്ള പ്രശ്നം. ഇപ്പോൾ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, ഇപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് മാത്രമല്ല, പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ ബാധകമാകുന്ന കാര്യമാണ്. ഇപ്പോൾ പമ്പയാറ്, അച്ചൻകോവിലാറ്, മണിമലയാറ്, ഇവിടെ നിന്നെല്ലാം ഒഴുകി എത്തുന്ന ജലം ഡിസ്ചാർജ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് നോക്കിയാൽ തണ്ണീർമുക്ക ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയുമാണ് സമുദ്രത്തിലേക്ക് ജലം ഒഴുക്കിക്കളയാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ആ മാർഗം നമ്മൾ നിർമ്മിച്ചതാണത്. അത് 2018 പ്രളയം വന്നതിന് ശേഷം ഒരു സയൻറ്റിഫിക്കായ ഒരു പഠനം നടത്തി അതിന് റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താ? മുൻപ് തോട്ടപ്പള്ളി പൊഴിമുറിക്കുന്നത് ചെറിയ രീതിയിലാണ്. അപ്പോൾ ആ പ്രളയത്തിൻ്റെ കാരണങ്ങളിലേക്ക് തേടിയെത്തിയപ്പോൾ സംഭവിച്ചൊരു കാര്യം, ഒന്ന് ലീഡിംഗ് ചാനൽ ആഴം കൂട്ടുകയും പൊഴിമുഖം വീതി തുറക്കുകയും വേണം. ഇപ്പോൾ 365 മീറ്ററാണ് തോട്ടപ്പള്ളി സ്പിൽവേ. ആ പ്രളയം വരെയുള്ള, പ്രളയത്തിന് മുമ്പുള്ള കാലം വരെ ഒരു 60 മീറ്റർ അല്ലെങ്കിൽ 70 മീറ്റർ മാത്രമേ തുറക്കൂ. പൊഴി മുറിക്കുന്ന അത്ര മാത്രമായിരിക്കും. അപ്പോൾ അന്ന് ആ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ സ്പിൽവേയുടെ അത്രയും വീതിയിൽ 300 മീറ്ററെങ്കിലും വീതിയിൽ ഈ പൊഴിമുഖം തുറക്കണമെന്നാണ്. അങ്ങനെയാണ് 2018 ശേഷം ഈ കഴിഞ്ഞ വർഷം വരെയും 300 മീറ്റർ വീതിയിൽ തോട്ടപ്പള്ളി പൊഴി മുറിച്ചു, മണ്ണ് മാറ്റി, വെള്ളം ഒഴുകി. ഇന്ന് ഞാനവിടെ രാവിലെ പോയി, ഇപ്പോൾ വൈകുന്നേരം പോയിട്ട് ഞാൻ വരികയാണ്. 150 മീറ്റർ മുറിഞ്ഞിട്ടില്ല സ്ഥലത്തെ, 150 മീറ്റർ മുറിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ വന്ന് ആ 150 മീറ്റർ ആയാലും 50 മീറ്റർ ആയാലും വെള്ളം ഒഴുകുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കിയാൽ നല്ല ഒഴുക്ക് പോലെ തോന്നും. പക്ഷേ ഡിസ്ചാർജ് കുറയുകയാണ്. 1800 ക്യൂബിക് മീറ്ററിൽ കൂടുതൽ ഒഴുക്കാൻ പറ്റ കപ്പാസിറ്റി ഇത്രയും പൂർണ്ണമായി മുറിച്ചാലുണ്ട്. അവിടെ അതിന് 1/3 മാത്രമേ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ കിഴക്ക് കുട്ടനാട് ഇപ്പോൾ 12 പഞ്ചായത്ത് മൊത്തം മുങ്ങിയിരിക്കുകയാണ്. അമ്പലപ്പുഴയുടെ കിഴക്കൻ പ്രദേശം എല്ലാം ചില പാടശേരം മട വീണു. കരിമാടി പോലെയുള്ള സ്ഥലത്ത് ഇപ്പോൾ പാടശേരം മട വീണു. ഞാനിപ്പോൾ ഒരു ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, പുന്നപ്രയിൽ ഒരു ക്യാമ്പിൽ. ഇത് നമ്മൾ വിചാരിക്കാത്ത നിലയിൽ 2018 സമാനമായ രൂപത്തിൽ കുട്ടനാടിൻ്റെ പ്രത്യേക അവസ്ഥ നോക്കിയാൽ അങ്ങനെ നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? ഞാൻ സലാം, മഴ പെയ്ത്ത് നിന്നിട്ടും വെള്ളം താഴുന്നില്ല. അതിൽ ഒരു കാര്യം ഓർത്തത് നമുക്ക് കുട്ടനാട്ടിലെ MLA
ആ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയതായി തന്നെ പറയേണ്ടതായി വരുന്നുണ്ടോ താങ്കളെ സംബന്ധിച്ച്? കാരണം മാസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടനാടിന് കനത്ത മഴ വന്നാൽ ഈ അപകടം ഉണ്ടാകും എന്ന തിരിച്ചറിവോടെ അദ്ദേഹം തോട്ടപ്പള്ളിയിൽ വന്ന് കാണുകയും വന്ന് അമ്പലപ്പുഴ MLA-ക്ക് അത് ഇഷ്ടപ്പെടാതെ വരികയും ഇദ്ദേഹത്തെ നേരെ കയർക്കുകയും അത് വിവാദമായിട്ടൊക്കെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ കുട്ടനാട്ടുകാർക്ക് ഗുണമാകുന്ന തീരുമാനം ഉണ്ടായില്ല എന്നാണ് എനിക്ക് സലാം ഇപ്പോൾ പറയുമ്പോൾ തോന്നുന്നൊരു പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. ശരത്തെ ആ വിവാദം അവിടെ നിന്നില്ല. ആ കുട്ടനാട് MLA അവിടെ വരാൻ ഒരു പ്രശ്നം എന്താ വന്നാൽ എന്താ കുഴപ്പം? ഔദ്യോഗികമായി മീറ്റിംഗ് കൂടാൻ വന്നതല്ല. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചാൽ അമ്പലപ്പുഴയേക്കാളും കുട്ടനാടിലും ബാധകമായൊരു കാര്യമാണത്. അദ്ദേഹം ഇവിടെ വന്നു, അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തെ ആക്ഷേപിച്ചു അമ്പലപ്പുഴ MLA. ഇവർ തമ്മിലുള്ള ഈഗോയാണ് യഥാർത്ഥത്തിൽ ഇത് സമയത്ത് ഈ പൊഴി മുറിക്കാൻ കഴിയാതെ വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം LDF ഗവൺമെൻറ് ഭരിക്കുന്ന കഴിഞ്ഞ വർഷം വരെയും മെയ് മാസം ടെൻഡർ ചെയ്യും പൊഴിമുറിക്കൽ. മെയ് മാസം, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ്. ശരത്തെ അതിന് ഫയൽ പരിശോധിച്ചോ? ജില്ലാ ഭരണകൂടം നേതൃത്വം കൊടുത്തൊരു മീറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഒരു മീറ്റിംഗ് കൂടി എന്ന് പറയുന്നത് കേട്ടു. അഡ്വാൻസായി ഒരു വർക്കുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ പൊഴിമുറിക്കാൻ ടെൻഡർ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ടെൻഡർ ചെയ്തിട്ടില്ല. ഇപ്പം നേരിട്ട് ഡിപ്പാർട്ട്മെൻറ്റിങ്ങനെ കൊണ്ട് ഇത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് ഇപ്പോൾ കോരിയെടുക്കുന്ന മണ്ണ് അവിടെ തന്നെ വെക്കുകയാണ്. എടുത്ത് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടാലേ ഇത് വൃത്തിയായി ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഞങ്ങളവിടെ സമരത്തിന് പോയി എഞ്ചിനീയറോട് സംസാരിച്ചപ്പോൾ 10-15 മീറ്ററാണ് ഒരു ദിവസം മൊത്തം എടുത്തപ്പോൾ മുറിക്കാൻ പറ്റിയെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു 15 ദിവസം എടുക്കും ഇത് മൊത്തം മുറിക്കാൻ. ഇന്ന് മുറിക്കുന്നവർ മുറിച്ചാലെന്നുള്ളതാണ്. ഇതവിടെ ഇന്ന് മന്ത്രിമാർ 2 പേര്, ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ M. ലിജു അവിടെ വന്നു. അവിടെ ഇപ്പോൾ വന്ന് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഒഴുകുന്നതിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി പ്രസ് മീറ്റിൽ പറഞ്ഞൊരു കാര്യം ഗൗരവമായി ശ്രദ്ധിക്കണം. തോട്ടപ്പള്ളിയിൽ ചെയ്യാവുന്ന പരമാവധി കാര്യം ചെയ്തിരിക്കുന്നതാണ്. എവിടുന്ന് കിട്ടി ശ്രീ VD സതീശന് വിവരം? ആര് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്? അങ്ങനെയൊക്കെ പറയുകയാണ്. അസത്യം പറയാൻ അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്കിലും പറയുകയാണ് തോട്ടപ്പള്ളി ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ 300 മീറ്റർ വീതിയിൽ പൊഴി മുറിച്ചോ? വീതിയിൽ മാത്രമല്ല, ആഴമില്ല, ആഴത്തിൽ മുറിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളം ഒഴുകി. പിന്നെ മറ്റൊന്ന് ഈ വേസ്റ്റ് വന്ന് അവിടെ വന്ന് ഡംപ് ചെയ്യുന്നു, ഇതിൽ വന്ന് നിൽക്കുകയാണ്. അത് മാറ്റുന്നില്ല. അത് വേസ്റ്റ് മാറ്റപ്പോൾ കളക്ടറിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടല്ല അദ്ദേഹം പറയുകയാണ് കിഴക്കെന്നൊക്കെ മാറ്റിയതെല്ലാം പിന്നെ ഇവിടെ വന്നാണ്. മാറ്റുന്നത് എങ്ങനെയാണ്? തള്ളിവിടുക എന്നല്ലേ പറഞ്ഞതിൻ്റെ മലയാളം. മാറ്റുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു പാലത്തിന് എവിടെ വന്ന് അടിഞ്ഞാൽ അവിടെ നിന്ന് കോരി കരയിലേക്ക് മാറ്റണ്ടേ? അവിടെ നിന്ന് ഉന്തി വെള്ളത്തിലേക്ക് തള്ളിവിടുമ്പോൾ വീണ്ടും ഇവിടെ വരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ നോക്കിയാൽ അങ്ങനെയാണ്. കളക്ടർ അനാവശ്യമായി ന്യായീകരിക്കാൻ നിൽക്കാതിരിക്കുന്നത്, ആലപ്പുഴ കളക്ടർ അനാവശ്യമായി ഇത്തരം തെറ്റായ കാര്യത്തിൽ ന്യായീകരിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ജില്ലാ ഭരണകൂടത്തിന് പ്രധാനപ്പെട്ട റോൾ ആ കാര്യത്തിലുണ്ട്. സമയത്ത് ടെൻഡർ ചെയ്തില്ല, സമയത്ത് പൊഴിമുറിച്ചില്ല. അതിന് ഭാഗമായി ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതം ഒരു സർക്കാർ സ്പോൺസർ ചെയ്യപ്പെട്ട ഒരു ദുരിതമാണെന്ന് വ്യക്തമായി പറയേണ്ട ഒരു സാഹചര്യമാണ്. ശരി രതീഷ്, ആലപ്പുഴയെ സംബന്ധിച്ച് ജനീഷ് സംസാരിച്ചത് കേട്ടു, രജിൻ സംസാരിച്ചത് കേട്ടു, ഇപ്പോൾ മുൻ MLA സലാം സംസാരിച്ചത് കേട്ടു. എന്താണ് രതീഷ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്താണിത് എന്ന് കേട്ടാൽ തോന്നിപ്പോവുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ അതിന് നിരീക്ഷണം ശരത്തെ, ഇതിൽ കഴിഞ്ഞ 2018 ഇവിടെ വലിയ പ്രളയമുണ്ടായപ്പോൾ ക്യാമ്പിലുണ്ടായിരുന്ന ആളുകളുടെ നമ്പർ എന്ന് പറയുന്നത് 34,15,974 12,250 ക്യാമ്പുകളിലായി. എന്ന് പറഞ്ഞാൽ ചില വീടുകളിലൊക്കെ ആളുകൾ ഒരുമിച്ച് താമസിച്ചതടക്കം ഔദ്യോഗിക ക്യാമ്പുകളായി കണക്കെടുത്തിട്ടുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്ര പേരാണുള്ളത്? 462 ക്യാമ്പുകളാണുള്ളത്. അതിൽ 27,048. എന്ന് പറഞ്ഞാൽ 2018 1% ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളില്ലെന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ 0.79% മാത്രമേ ആളുകളുള്ളൂ. അതിൽ തന്നെ ആകെ 3 ജില്ലകളിലാണ് 10-ൽ കൂടുതൽ ക്യാമ്പുകളുള്ളത്. ഒന്ന് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ, അതുപോലെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ 154, പത്തനംതിട്ടയിൽ 157, ആലപ്പുഴയിൽ 81. എന്താണ് സലാം എന്താണ് പറഞ്ഞത്? കുട്ടനാട്ടിലേക്ക് വന്ന് ആ വെള്ളത്തിന് ലെവൽ നോക്കാൻ പറ അദ്ദേഹത്തോട്. അതെ, അദ്ദേഹം പറഞ്ഞൊരു ഇന്ന് കുട്ടനാട് MLA-യും പറഞ്ഞത് എല്ലാ പഞ്ചായത്തും അതെ, ഇന്ന് കുട്ടനാട് MLA-യും പറഞ്ഞതാണ് കുട്ടനാട്ടിൽ വെള്ളം കയറാത്ത ഒരു വീട്. ഞാൻ ആദ്യം അത് പറഞ്ഞതാണ് സലാം കേൾക്കാഞ്ഞിട്ടാണ് ഞാൻ ആദ്യം അത് പറഞ്ഞതാണ്. ഓക്കെ, പൂർത്തിയായി. അല്ല, ഞാനത് അങ്ങനെയല്ല പറഞ്ഞത്, താങ്കൾക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും വലുത് ഒരു സംവിധാനത്തെ പോലും ഈ ഗവൺമെൻറ്റിന് മാനേജ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു കമ്പനി ആണെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും, ഇപ്പോൾ കൈരളി ആണെങ്കിലും വേറെ ഏത് പത്രമാണെങ്കിലും ഏത് വലിയ സ്ഥാപനമാണെങ്കിലും തന്നെ അതിൻ്റെ മുകളിലിരിക്കുന്ന ആളുകളുടെ മനോഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി എന്താ കാണിക്കുന്നത്? അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ള 3 പത്രസമ്മേളനങ്ങളും ഇതിനെക്കുറിച്ച് പച്ചക്കള്ളം പറയുകയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് തന്നെ അദ്ദേഹം പറഞ്ഞെന്താ, ജനീഷ് കുമാറിനെ അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടി പറഞ്ഞു പോകുന്നത്, ജനീഷ് കുമാറിനെ അറിയിച്ച് അത് MLA-മാരെ ഒന്നും വിളിക്കേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു. എന്നിട്ട് കുറേ MLA-മാർ പിന്നെ എന്ത് ചെയ്തു, അറിഞ്ഞെത്തിയിരുന്നു ഏതാണ്ട് കല്യാണത്തിന്. അതായത് അദ്ദേഹം ഈ പറയുന്ന എറണാകുളത്ത് ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയപ്പോൾ കല്യാണത്തിന് വന്നു എന്നുള്ള പരസ്യം കൊടുത്തിരുന്നത്. അപ്പോൾ അതുപോലെ ആളുകൾ വരണമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി കാര്യങ്ങൾ എങ്ങനെയെങ്കിലും പറയുന്ന ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മോളിലിരിക്കുന്നു. ആ മോളിലിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഓഫീസർ താഴെ ഇന്ന് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നിട്ട് പറയുന്നത്, ഈ പറയുന്ന ആളുകൾക്ക് ഈഗോയാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഭക്ഷണമുണ്ടാക്കി കഴിക്കാത്തതും തൊട്ടപ്പുറത്തുള്ള ഒരു ക്യാമ്പിൽ പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്യാത്തതും രാവിലെ 9:30 മുതൽ 2:30 വരെ നിൽക്കുമ്പോൾ അവരോട് പറയുന്നൊരു വാചകം എന്താണെന്ന് വെച്ചാൽ അത് ഈഗോയാണെന്നാണ്. കൂടാതെ ഒരു MLA ജോബ് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇത് ചങ്ങനാശ്ശേരിയാണെന്നാണ്. ചങ്ങനാശ്ശേരിയും എന്താണ്, കായംകുളവും കൊച്ചിയും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്നും ഇന്ത്യയിലല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ചങ്ങനാശ്ശേരിയാണ്, ഇവിടെ നിങ്ങളുടെ വിലസലൊന്നും നടക്കില്ല എന്നാണ് ഒരു മാധ്യമപ്രവർത്തകനോട്. ആരോട്? ആ മാധ്യമപ്രവർത്തകരെ അവിടെയുള്ള ആളുകൾ ഞങ്ങൾക്ക് ഇതേവരെ ഭക്ഷണം കിട്ടിയിട്ടില്ല, അതായത് ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു അലംഭാവം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ ഗവൺമെന്റിനോട് അക്കൗണ്ടബിൾ ആകേണ്ട കാര്യമില്ലെന്ന്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വരാം. ഇതിന് രജിൻ, ഇതിലൊരു റെസ്പോൺസ് താങ്കളുടേതായി വേണം. അതായത് ഇത് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ഇപ്പോൾ തോട്ടപ്പള്ളിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വാസ്തവവിരുദ്ധമാണ്, ശരിയല്ല എന്ന് അവിടെ നിന്ന് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സലാം പറഞ്ഞത് കേട്ടില്ലേ? തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാര്യത്തിൽ സാധ്യമായതെല്ലാം ചെയ്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലെ പിശകാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. 2 കുട്ടനാട്ടിലേക്ക് പോകും. ഭരണകക്ഷി MLA തന്നെ അങ്ങേയറ്റം അസ്വസ്ഥനും അസംതൃപ്തനുമാണ് സർക്കാർ സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ കാര്യത്തിൽ. ഞാൻ ഏതെങ്കിലും ഒന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ല. പോട്ടെ, ആ കുട്ടനാട്ടിലേക്ക് ഒരു മന്ത്രി പോയോ? ജില്ലയുടെ ചാർജുള്ള മന്ത്രിമാർ പോയോ? അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയല്ലേ? അതിന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഇനി മന്ത്രിമാരും മുഖ്യമന്ത്രിയും വന്ന് അവരെയും കൊണ്ട് നടക്കാൻ നമുക്കെവിടെയാ സമയം എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഒരു ഭരണകക്ഷി MLA-ക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പഴകുളം മധു തന്നെ മുമ്പ് ഈ ചർച്ചയിൽ പറയുന്നത് കേട്ടില്ലേ? അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്നതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഞാൻ പത്തനംതിട്ടയിലെ പൊതുവായ ഉയരുന്ന വിമർശനങ്ങൾ, ക്യാമ്പുകളിൽ ആളുകൾ അസംതൃപ്തരാണ്, അവരുടെ പരാതികൾ ഉയരുന്നു. അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം വരുമ്പോൾ അത് ശ്രദ്ധിക്കണ്ടേ? അത് തിരുത്തണ്ടേ? നോക്കൂ ശരത്ത്, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ 2018-19 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വഴി നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്, അവിടെ പുതപ്പില്ല, അവിടെ വെള്ളമില്ല, അവിടെ തുണിയില്ല എന്നുള്ള വളരെ രീതിയിൽ സോഷ്യൽ മീഡിയ വഴി നമ്മളെയൊക്കെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഉള്ള പോസ്റ്റുകൾ കണ്ട് നമ്മളെല്ലാവരും, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ആ വണ്ടി പിടിച്ച് അല്ലെങ്കിൽ ടിപ്പർ വിളിച്ച് അല്ലെങ്കിൽ മറ്റു വണ്ടികളിലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന പല ഏരിയകളിലും പല പ്രദേശങ്ങളിലും നമ്മൾ കണ്ടാണ്. അനിഷ്ടം തോന്നരുത്, ഞാനൊരു ഒരു കാര്യം പറഞ്ഞോളട്ടെ, തർക്കമല്ല. അതെന്താണെന്നറിയോ, അന്ന് ലക്ഷക്കണക്കായ മനുഷ്യർ ക്യാമ്പുകളിൽ കിടക്കുന്ന സമയമായിരുന്നു. കേൾക്കൂ, ഇത് വെറും 5000 മനുഷ്യരേ ഉള്ളൂ. അതേസമയം വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് അവിടേക്ക് ഇങ്ങനെ ആളുകൾ സംഭാവന ചെയ്യാൻ വന്നപ്പോൾ സർക്കാർ പറഞ്ഞു വേണ്ട, ചെയ്യരുത്, സർക്കാർ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവിടെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ആ വ്യത്യാസം വന്നിട്ടുള്ളത്. വയനാടിന്റെ 2019 വയനാടിന് വലിയ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ സഹായിച്ചു. ഞാൻ മുണ്ടക്കൈ ചൂരൽമലയാണ് പറഞ്ഞത്. മുണ്ടക്കൈ ചൂരൽമലയെ കുറിച്ചാണ് സാർ. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കൂ. പ്രളയത്തിന് വ്യാപകമായ സഹായമുണ്ടായി. 2019 കേൾക്കൂ സർ, 2018 കാര്യം അങ്ങനെ. 2019 വലിയ ദുരന്തം പ്രളയ സമാനമായി ഉണ്ടായപ്പോഴും ആ സഹായം വയനാടിനടക്കം നമ്മളെല്ലാവരും ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ഉണ്ടായപ്പോൾ ക്യാമ്പുകളിലേക്ക് സാധനങ്ങളുമായി ആളുകൾ എത്തിയപ്പോൾ സർക്കാർ പറഞ്ഞു തൽക്കാലം അത് വേണ്ട, കൊടുക്ക. ഈ വ്യത്യാസം ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾക്ക് വേണേ സ്വീകരിച്ചാൽ മതി, പറഞ്ഞോളൂ. അതൊന്നുമല്ല ഇവിടുത്തെ പരാതി. ഭക്ഷണം നിർത്തിവെക്കാൻ വേണ്ടിയുള്ള ക്യാമ്പ് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ലേ? സർക്കാർ എപ്പോഴാണത് പറഞ്ഞത്?
സാർ, ക്യാമ്പുകളിൽ കറണ്ട് കൊടുക്കേണ്ടത് സർക്കാരാണ്, നാട്ടുകാരല്ല. കറണ്ടില്ല, പായില്ല. വയനാടുമായി ബന്ധപ്പെട്ട് എപ്പോഴാണോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു പോലെ ശരത്തെ, അങ്ങനെ നിങ്ങൾ പരിശോധിച്ചാൽ മതി, എനിക്ക് സമയം കളയാനില്ല. നിങ്ങൾ പരിശോധിച്ചാൽ മതി. വയനാടുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും, ഈ കേരളത്തിലുള്ള എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും, ഞാൻ അതിന് ഒരു പ്രസ്ഥാനം മാത്രം എടുത്തു പറയുന്നില്ല, എല്ലാവരും അവിടവുമായി ബന്ധപ്പെട്ട് സാധനങ്ങളുമായി പോയി കളക്ട് ചെയ്തുകൊണ്ട് പോയി. അതൊക്കെ പോയിട്ടില്ലെന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത്. ഞാനത് വേർതിരിച്ചാ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വിട്ടേക്ക്. അല്ലല്ല, അങ്ങനെ തന്നെ പറഞ്ഞത്. അന്ന് അങ്ങനെ ആയിരുന്നു. പിന്നെ വയനാട് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല സ്പെസിഫിക്കായി ഞാൻ പറഞ്ഞതേ, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്ത് സർക്കാർ കൊടുത്തൊരു ഡയറക്ഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 2019 വയനാട്ടിലുണ്ടായ ദുരന്തമുണ്ടായപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ നിന്നൊക്കെ വലിയ തോതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായപ്പോഴാണ് എന്താണ് മേയർ ബ്രോ എന്ന പ്രയോഗം പ്രശാന്തിന് നേരെ ഉണ്ടായത്. ഇതൊന്നും മറന്നല്ല ഞാൻ പറഞ്ഞത്. 2018 അതുണ്ടായി. പക്ഷേ ഞാൻ പറഞ്ഞത് വെറും 5000 മനുഷ്യർ ഈ ക്യാമ്പുകളിൽ കിടക്കുമ്പോൾ ക്യാമ്പുകൾ സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, കറണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പറയല്ലേ? പറയും. ജനങ്ങൾ പറഞ്ഞതാണെന്നേ ഈ പറയുന്ന ജനങ്ങൾ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരമദയനീയമായ വർത്തമാനമാണ്. ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരെ അപമാനിക്കലാണ്. നിൽക്കുന്ന ദുരന്തബോധത്തിരിക്കുന്ന സാധാരണക്കാരായ മുത്തശ്ശിമാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്ന ആളുകളെയും അതിന്റെ നേതാക്കന്മാരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. അതിനെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അതൊന്നും ഇല്ലായിരുന്നേ. ഇരുട്ടത്തെ ക്യാമ്പ് ഇറങ്ങിയില്ല. ജനീഷ് കാണൂ, ഇരുട്ടത്തെ ക്യാമ്പ് കണ്ടു നോക്കൂ. നിങ്ങൾ നോക്കൂ സാർ, ഇരുട്ടത്തെ ക്യാമ്പ് സ്ക്രീനിലുണ്ട്. ഇരുട്ടത്തെ ക്യാമ്പ്, കറണ്ടില്ലാത്ത ക്യാമ്പ്. ഇത് നാട്ടുകാരാണോ കൊടുക്കേണ്ടത്? നോക്കൂ, ടോർച്ച് അടിക്കുക, മൊബൈൽ വെട്ടം. നിങ്ങൾക്ക് ചിരി തോന്നുന്നേ, കാരണം അവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് നാട്ടുകാരാണ്. ഒരു പ്രത്യേക ആംഗിളിൽ വെച്ചുകൊണ്ട് സർക്കാരിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാൻ പോകുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ കാണും. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് ക്ലസ്റ്റർ ക്ലിയർ ആയിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ തല വകുപ്പുകളെയും യോജിപ്പിച്ചുകൊണ്ട് അതാത് മന്ത്രിമാർ, അതായത് ജില്ലകളിൽ ചാർജുള്ള മന്ത്രിമാർ അവിടെ നിന്ന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട്ടിലേക്ക് പോയ മന്ത്രിയുടെ പേര് പറയാമോ? കുട്ടനാട്ടിലേക്ക് പോയ ചുമതലപ്പെട്ട മന്ത്രിയുടെ പേര് പറയാമോ? റെജിൻ എസ് ഉണ്ണിത്താന്. ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് എം ലിജുനാണ് ആലപ്പുഴയുടെ ചാർജ്. കുട്ടനാട്ടിലേക്ക് പോയ മന്ത്രിയുടെ പേര് പറയാമോ? എന്റെ ചോദ്യം വഹിക്കുന്നുണ്ട്. കുട്ടനാട്ടിൽ പോയി നിന്ന് കാര്യങ്ങൾ ഏകോപിപ്പിച്ച മന്ത്രിയുടെ പേര് പറയാമോ? അല്ല ശരത്തെ, അങ്ങനെ പറയല്ലേ. പറയുന്നേ എന്ന് പറയുന്ന അവിടെ ചാർജുള്ള മന്ത്രി വിളിച്ച മീറ്റിംഗ് ഞാൻ ഒരു അനുഭവം കൂടി പറയട്ടെ. 2018 വലിയ പ്രളയത്തിലേക്ക് കേരളം പോയപ്പോൾ മന്ത്രിമാർ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്നു. കുട്ടനാട്ടിലെ കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പോയി വരാൻ പോകുന്നത് ഒരു വലിയ പ്രളയമാണെന്നും ആളുകളെ മുഴുവൻ കുട്ടനാട്ടിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടതുണ്ടെന്നും നിങ്ങൾ ആലപ്പുഴയ്ക്കോ ചങ്ങനാശ്ശേരിക്കോ മാറണമെന്ന് ആ നാട്ടുകാരെ, പഞ്ചായത്ത് അംഗങ്ങളെ അടക്കം പറഞ്ഞു ബോധ്യപ്പെടുത്തി പഞ്ചായത്തുകളെ ഒഴിപ്പിച്ചെടുത്ത ഒരു ചുമതല അന്ന് മന്ത്രിമാരാണ് ചെയ്തത്. കൈനഗരി ഗ്രാമപഞ്ചായത്ത്, ഞാനൊരു സാമ്പിൾ മാത്രമാണ് പറയുന്നത്. 2018 കൈനഗരി ഗ്രാമപഞ്ചായത്തിൽ ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം ഈ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ്. എത്ര സമയമെടുത്തു എന്നറിയാവോ? ഇങ്ങനത്തെ പണി നടന്നിട്ടുണ്ട് ഈ നാട്ടിൽ. സലാം, ഒരു നിമിഷം. സലാം, ഞാൻ പറഞ്ഞ അനുഭവത്തിൽ നിന്ന് 12 പഞ്ചായത്തിൽ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ചങ്ങനാശ്ശേരിയിലേക്കും ആലപ്പുഴയിലേക്കും പരിപൂർണമായി മാറ്റിപ്പാർപ്പിച്ച കാലമാണ് ആ പ്രളയത്തിന്റെ കാലം. 12 പഞ്ചായത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും, എത്രയായാലും ജനങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടനാട് ഇന്ന് അതിന് സമാനമായ അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കുട്ടനാട് എം എൽ എ ഭരണകക്ഷി എം എൽ എ അല്ലേ. എന്തൊരു ഗതികേടെന്ന് ആലോചിച്ച് നോക്ക്. എം എൽ എ ഒരാൾ വിളിച്ചിട്ട് മുഖ്യമന്ത്രി എടുക്കുന്നില്ല, റവന്യൂ മന്ത്രി ഫോൺ എടുക്കുന്നില്ല, പരസ്യമായിട്ടെന്ന് പറഞ്ഞല്ലേ. ഈ കേരളത്തിന് ഗതികേടാണ്. രാഷ്ട്രീയമായി പറയുന്ന കാര്യമാണോ? ഈ ദുരന്തത്തിന് മുഖത്ത് നിൽക്കുമ്പോ വിളിച്ചാക്കിയിട്ടല്ലേ? അതിനുശേഷം രണ്ടാമത് ഒരു കാര്യം കൂടി പ്രസ് മീറ്റിൽ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം കൂടി, അതിന്റെ സെക്രട്ടറി ഒരു വാചകം കൂടിയുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ കളക്ടറെ കാണാന്നാണ്. അതും പറഞ്ഞു. ആർക്ക്? എം എൽ എക്ക് വേണമെങ്കിൽ കളക്ടറെ കാണാം എന്നുകൂടി പറഞ്ഞ് ആക്ഷേപിച്ചു.
MLA ആക്ഷേപിച്ചു. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. വേണപ്പോ കളക്ടറെ കാണാൻ. കൂടുമ്പോഴാണ് മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട അതാണ് MLA നിങ്ങൾ മുഖ്യമന്ത്രി ഈ വിളിച്ചത് ദുരന്തത്തിന്റെ സമയത്തും പറഞ്ഞത്. കാണുന്നൊരു അതിനുശേഷം ഒരു പൂക്കിച്ചിരിയോടെ അല്ലല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനുശേഷം പറഞ്ഞത് ഈ അദ്ദേഹം പറഞ്ഞതാണ്. പറഞ്ഞു, അദ്ദേഹത്തിന് കളക്ടറെ കാണാന്ന് പറഞ്ഞു. യെസ്, പറഞ്ഞു റെജിൻ. ആ, ഇതൊക്കെ കളക്ടറെ കാണാം. വിഷ്വലാണ്, നമ്മുടെ മുമ്പിൽ കളക്ടറെ കണ്ടതാണ്. കാണാന്ന് പറഞ്ഞു. വിഷമത്തോടെ കണ്ടു നിന്നു നമ്മളൊക്കെ അത്. ഒരു MLA ഇതൊക്കെ ഒരു MLA കുട്ടനാട്ടിൽ നെഞ്ചൊപ്പം വെള്ളത്തിൽ നിൽക്കുകയാണ്. നെഞ്ചൊപ്പം വെള്ളത്തിൽ നിൽക്കുകയാണ്. ആ MLA പറയുന്നത് ഇതെല്ലാം ഒരു പ്രിവിലേജിന്റെ പ്രശ്നം കൂടിയാണ്. ഒരു നിമിഷം. യഥാർത്ഥത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അടുത്ത ക്യാപ്സൂൾ പ്രിവിലേജിന്റെ AC റോഡ് കൂടിയാണ്. കാണിച്ചു തരാം. ആ AC റോഡ് ഒന്ന് കാണിച്ചേ. ആ AC റോഡ് ഒന്ന് കാണിച്ചേ. ആ AC റോഡ് ഒന്ന് കാണിക്കൂ. വിഷ്വൽ കാണിക്കൂ. AC റോഡിന്റെ വിഷ്വൽ കാണിക്കുന്നു. AC റോഡ് ആകെ തകർന്നു. സലാമിന്റെ മറുപടി. സലാമിന്റെ മറുപടി. കണ്ടു നോക്ക്. കഴിഞ്ഞ വർഷം വരെ ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ് സാർ. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. പത്തനംതിട്ട അടുത്ത് നിൽക്കുന്ന ആലപ്പുഴ ജില്ലക്കാരനാണ്. എന്നോടാണോ പറയുന്നത്? റെജിൻ ആലപ്പുഴ ജില്ലക്കാരനാണെന്നേ ഉള്ളൂ. ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാ ഞങ്ങളൊക്കെ. മനസ്സിലായോ? കഴിഞ്ഞ റോഡ് കണ്ടു നോക്ക്. എന്റെ നാട്ടിലാണ്. അതുപോലെ ഈ വെള്ളം പൊങ്ങിയിരിക്കുന്നത്. ഞാൻ ഈ തർക്കത്തിനൊന്നുമല്ല ഞാൻ ഒരു തർക്കത്തിനുമല്ല പറയുന്നത്. നമ്മൾ എല്ലാ കാലത്തും പ്രളയകാലത്ത് കാണുന്ന പത്രമാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു വലിയ ദൃശ്യ വിരുന്ന് എന്ന് പറയുന്നത് നെടുമുടി പള്ളാത്തുരുത്തി ഭാഗത്തെ ഈ വെള്ളക്കെട്ടുകളും അതിലൂടെ വള്ളത്തിൽ ആളുകൾ പോകുന്ന ഒരു സായിപ്പടക്കം വള്ളം തുഴഞ്ഞു പോകുന്ന പഴയൊരു ചിത്രമുണ്ട്. ഓർമ്മയുണ്ടാവും. നെടുമുടിയിലാണത്. നെടുമുടി പള്ളാത്തുരുത്തി ഭാഗത്തൊക്കെ അവിടെയൊക്കെ എലിവേറ്റഡ് റോഡ് നിർമ്മിച്ച് ആ റോഡിനെ ഉയർത്തി ഇപ്പോൾ ഈ മഴക്കാലത്ത് ഈ അതിതീവ്ര മഴയുടെ സമയത്ത് മുങ്ങിപ്പോകാതെ AC റോഡ് അങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു പ്രളയത്തിൻ്റെ പാഠം കേരളം ഉൾക്കൊണ്ടതാണ്. ഞാൻ പിണറായി സർക്കാർ ഉൾക്കൊണ്ടു എന്നല്ല പറയുന്നത്. കേരളം ഉൾക്കൊണ്ട പാഠത്തിൽ നിന്നുണ്ടായ മാറ്റമാണ് AC റോഡിൻ്റെ. കിടങ്ങറയിൽ ചെല്ലുമ്പോൾ കോട്ടയം ജില്ലയുടെ അതിരായിട്ടുള്ള കിടങ്ങറയിൽ സംഭവിച്ചിട്ടുണ്ട്. വെള്ളം കയറിയിട്ടുണ്ട്. ഉള്ള വെള്ളം കയറിയത് പറയാൻ ആർക്കാ മടി? പക്ഷേ അത് ഗതാഗത തടസ്സമുണ്ടാക്കിയിട്ടില്ല. റോഡ് അടച്ചിടേണ്ടി വന്നിട്ടില്ല. രജിനെ, ആ റോഡിലൂടെ എല്ലാ കാലവും സഞ്ചരിച്ച മനുഷ്യരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ടാണ് വൈകാരികതയോടെ പറയുന്നത്. അതൊരു നാടിന്റെ മാറ്റമാണെന്നേ. ആ റോഡ് കണ്ടു നോക്ക് നിങ്ങൾ. ആ റോഡ് കുട്ടനാട് താലൂക്കിന്റെ ഒരു ഭാഗത്തും ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്. ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു രജിനെ, വെല്ലുവിളിച്ച് പറയുന്നു കുട്ടനാട് താലൂക്കിലൂടെ AC റോഡിലൂടെ സഞ്ചരിക്കാം. ഒരു റോഡ് പൊളിച്ചിട്ടില്ല. ശരി വിജയൻ, സലാം. ഞാനതിലെ രാഷ്ട്രീയമൊന്നുമല്ല പറഞ്ഞത്. നാട്ടിൽ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് സത്യസന്ധമായി പറയാൻ കഴിയണം. അതല്ലാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് വിമർശിക്കുമ്പോൾ നിങ്ങൾ എവിടുന്നെങ്കിലും ചില ഐറ്റം എടുത്തുകൊണ്ട് വരരുത്. നിലനിൽക്കില്ല. സലാം ഉണ്ടെങ്കിൽ മറുപടി ഉണ്ടെങ്കിൽ. ഒരു സംവിധാനം ചെയ്യാതെ പോയ ഗവൺമെന്റ് ഭാഗമായിട്ട് നിന്നവരാണ് ഈ പറയുന്ന ന്യായീകരണമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പൊ ചെയ്യേണ്ടത് ഉദാഹരണം ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു പ്രിവിലേജിന്റെ പ്രശ്നം കൂടിയാണ്. ഇന്ന് മുഖ്യമന്ത്രി ഒരു MLA അധിക്ഷേപിച്ച് 2 സെക്കൻഡ് സെന്റൻസ് ആയിട്ട് പറഞ്ഞത് ഒരു പ്രിവിലേജ് പ്രശ്നം കൂടിയാണ്. MLA പറയുകയാണ് എന്നെ കിട്ടൂല, കളക്ടർ വേണേ പോയി കണ്ടോ എന്ന് പറയുന്ന ഒരു പ്രിവിലേജിനകത്ത് ഒരു പ്രശ്നത്തിനകത്തുണ്ട്. അദ്ദേഹം പരാതി കൊടുക്കില്ലായിരിക്കും. ഇവിടെ AC റോഡ് വെള്ളം കയറിയതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വാട്ടർ ലെവല് ഈ പറഞ്ഞ പോലെ കിഴക്കേ അറ്റത്ത് അല്പം ഉയർന്നിട്ടുണ്ട്. ഉയരാൻ കാര്യം എന്താ? ഇത് ഡിസ്ചാർജ് പ്രശ്നം വന്നുകൊണ്ടാണെന്ന്. കഴിഞ്ഞ വർഷം വരെയും ഈ പ്രളയത്തിന് ശേഷം 2025 വരെയും 300 മീറ്റർ വീതിയിൽ തോട്ടപ്പള്ളി പൊഴി മുറിച്ചു, വെള്ളം ഒഴുക്കി. ഇപ്രാവശ്യം ഒഴുക്കിയില്ല, പൊഴി മുറിച്ചില്ല, ഒരു മുന്നൊരുക്കം നടത്തിയില്ല. ഈ നിമിഷം വരെ ടെൻഡർ ചെയ്ത് പൊഴി മുറിക്കാൻ കൊടുത്തിട്ടില്ല. ഇതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്ന കാര്യം. 100 ആവർത്തി നിങ്ങൾ പറഞ്ഞാലും ഞാൻ ഇന്നും പോയിട്ട് മനസ്സിലായി. 100 ആവർത്തി നിങ്ങളൊക്കെ പറഞ്ഞാലും അതിലൊരു ക്യാമ്പിലെ കാര്യം ഞാൻ ഇന്നിപ്പോ ഈ ക്യാമ്പിലെ കാര്യം ഞാനിപ്പോൾ 7:30 പുന്നപ്ര JB സ്കൂളിലെ ഒരു 100 മേലെ ആളുണ്ട്. ക്യാമ്പിൽ പോയിട്ട് ഇങ്ങോട്ട് വരികയാണ്. ആ ക്യാമ്പിൽ കിടക്കാൻ പായില്ല. ആ സ്ത്രീകൾ പായ ചോദിച്ചപ്പോൾ അതിനൊന്നും ഇവിടെ പറ്റൂല എന്നാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരുണ്ട്. ഞാൻ ഞാൻ വിളിച്ച് അവരോട് സംസാരിച്ചപ്പോൾ അവർ പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. അവരോട് വില്ലേജ് ഓഫീസർ പറഞ്ഞ ഈ ഡെസ്ക് അടുപ്പിച്ചിട്ട് കിടന്നോളാൻ.
ഇപ്പോ ഈ 7:30 മണിക്ക് ഇന്നിപ്പോ ഈ ചർച്ചയ്ക്ക് 8 മണിക്ക് വന്ന് കയറുന്നതിന് മുമ്പ് 7:30 മണിക്ക് പുന്നപ്ര JB സ്കൂളിലെ ക്യാമ്പിൽ പോയിട്ട് ഇങ്ങോട്ട് വരിക. ആ ക്യാമ്പിലെ സ്ത്രീകൾ എന്നോട് പറഞ്ഞ ഞാൻ വരാം. നല്ല രസമുണ്ട്, നല്ല രസം. ജില്ലാ പഞ്ചായത്ത് അവിടെ യെസ്, ഞാൻ വരാം. ഏതായാലും സ്ഥാനമില്ലാത്ത അല്ല രചന, ഞാനിപ്പോ നേരിട്ട് ഇതൊക്കെ നൂറാവർത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഒരു പെശക് ചൂണ്ടിക്കാട്ടിയാൽ ഇത് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ മനസ്സുള്ളവരോട് നമുക്ക് പറയാം. നൂറാവർത്തി പറഞ്ഞാലും അതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് ന്യായീകരിക്കാനോ വാദിക്കാനോ ശ്രമിച്ചാൽ ഒരു പ്രയോജനവും യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോവുകയാണ്. രാവിലെ മുതൽ ഈ ചർച്ച വരെയുള്ള നേരത്തെ ഒരു ബോധ്യമോ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകാം, അതങ്ങനെ തന്നെ നിന്നോട്ടെ. നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് കൂടി 3 പേരിലേക്കും നിങ്ങളുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ രതീഷ് ചക്രപാണിയിലേക്കാണ് വരുന്നത്. രതീഷ്, അതിനു മുമ്പ് അതാ ഒരു ചെറിയ വീഡിയോ. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് പറഞ്ഞത് അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ, രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട. രതീഷ് ചക്രപാണി, ദൃശ്യത്തിലെ നമ്മുടെ ജോർജ് കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്. അതായത് തിരിച്ചും മറിച്ചും ചോദിക്കും, പക്ഷേ നമ്മൾ പാറേപ്പള്ളി ധ്യാനം കൂടാൻ പോയി എന്നേ, ആ ദിവസം ധ്യാനം കൂടാൻ പോയെന്നേ പറയാവൂ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു വിശ്വവിഖ്യാതമായൊരു ഡയലോഗും സീനും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നമ്മുടെ ജോർജ് കുട്ടിയെ പോലെ തിങ്കളാഴ്ച പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാനായില്ല എന്ന് തോന്നുന്നുണ്ടോ രതീഷ് ചക്രപാണിക്ക്? അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാനായില്ല. കാരണം കള്ളം പറഞ്ഞാൽ പലപ്പോഴും അദ്ദേഹം കയ്യോടെ തന്നെ പിടിക്കപ്പെടാറുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഈ ആദ്യത്തെ സംഭവം ഉണ്ടായ അന്ന് വൈകുന്നേരം തന്നെ ഞാനിവിടെ ചർച്ചയ്ക്കിരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഇതിൽ ദുരൂഹതയൊന്നുമില്ല, മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നുള്ളത് പറഞ്ഞതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ഗ്രൂപ്പ്, ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് അവിടെ വന്നിരിക്കുന്നു, അവരോ ഡിന്നർ മീറ്റിങ്ങിനാണ് പറഞ്ഞേക്കണത്. പക്ഷേ പെട്ടെന്ന് അവർ ഉച്ചക്ക് അല്ലെങ്കിൽ രാവിലെ തന്നെ വിളിച്ചു പറയുന്നു അവർക്ക് പെട്ടെന്ന് ഡൽഹിക്ക് പോകണം, അതുകൊണ്ട് താനിങ്ങോട്ട് പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ നിങ്ങളിങ്ങോട്ട് പെട്ടെന്ന് വരണമെന്ന് പറയുമെന്ന്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് പറയുമോ? അങ്ങനെ പറഞ്ഞാൽ ഇനി അവർ എത്ര വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അങ്ങോട്ട് പോട്ടേന്ന് വിചാരിക്കണം. കാരണം ഒരു കേരള മുഖ്യമന്ത്രി, അതും ഇവിടെ വലിയ ദുരന്ത സമാനമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം, അതുകൊണ്ട് താങ്കൾ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നേക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി വരാമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയോട് ആരെങ്കിലും പറയുമോ? വേണ്ട. ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു ഗവർണറോട് പോലും അത്തരത്തിൽ ആളുകൾ ഡിമാൻഡ് പറയുമോ? അത് തന്നെ അസംബന്ധമാണ്, അത് തന്നെ കള്ളമാണ്. ഖേദമുണ്ട് പറയാൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, പക്ഷെ പറയാതിരിക്കാൻ വഴിയില്ല, അത് തന്നെ കള്ളമാണ്. അതിനുശേഷം അദ്ദേഹം ഇന്ന് പറഞ്ഞേക്കുന്ന ഒരു വാചകം, ഞാൻ കൊച്ചിയിൽ ഉണ്ടായത് കൊണ്ട് അവരൊന്ന് കണ്ടു എന്നേ ഉള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ അത്ര വലിയ ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പല്ല, അവർ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയനെ കണ്ടിട്ട് വന്നതല്ല, അവരെ യഥാർത്ഥത്തിൽ പിച്ച് ചെയ്ത് കേരളത്തിലേക്ക് തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ തമിഴ്നാട് പിടിച്ചുകൊണ്ട് പോകും എന്നുള്ള നിലക്കാണ് പറയുന്നത്. ഇതിനേക്കാൾ ഭേദം ശരത്ത് പറഞ്ഞ പോലെ അദ്ദേഹം മറ്റൊരു കഥ ഏതെങ്കിലും പറയുന്നതായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ലോഗ് ബുക്കിൽ 2-3 മണിക്കൂർ അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളതില്ല. എന്ന് പറഞ്ഞാൽ സാധാരണ പിണറായി വിജയനോ മുഖ്യമന്ത്രിമാരോ ഒക്കെ കേരളത്തിൽ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, മന്ത്രിമാരുണ്ടാവും ഒരു ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പിനെ കാണാൻ. പക്ഷേ ഇദ്ദേഹം പോയത് നമ്മുടെ പഴയ നാടോടിക്കാറ്റിലൊക്കെയുള്ള ഡ്രസ്സ് ധരിച്ച് ഏതാണ്ട് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ചെന്നിരുന്ന് ഇൻവെസ്റ്റേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധനം കയ്യിലുണ്ടോ എന്ന് പറയുന്നൊരു കോഡ് വിളിച്ച് പറഞ്ഞ് അവർ സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് കണ്ടതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കഥയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പിന്നെ തൊട്ട് മുമ്പത്തെ പത്രസമ്മേളനത്തിൽ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു, കോഡ് ഹെലികോപ്റ്റർ ആയിരിക്കുമോ? ആ കോഡ് ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ്, ചിലപ്പോൾ അദാനിന്നോ അംബാനിന്നോ ആയിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കോഡ് ചിലപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് ആയിരിക്കും. ശരി,
ഒരു വാചകം കൂടി പറഞ്ഞോട്ടെ. എന്താണ്? ഇതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഒരു വാചകത്തിന്, ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാതെ നിങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിച്ചോളൂ എന്നൊരു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ ബൈ മീ കോഫിയുടെ കോഴിക്കോടുള്ള ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് 5 മരണം നടന്ന സ്ഥലമുണ്ടായല്ലോ, അവിടേക്ക് നിങ്ങൾക്കൊന്ന് എത്തി നോക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്നും ഉടനെ സ്കിപ്പ് ചെയ്തു. ഇത് തന്നെയാണ് ശരത്ത് ഇവിടെ പ്രശ്നം. കാരണം ഒരു മുഖ്യമന്ത്രി, ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ ലെവലിൽ പെരുമാറുന്നു എന്ന് കണ്ടാൽ അതിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ തോന്നിയതുപോലെ പെരുമാറും. അതാണ് ഇന്നൊരു വില്ലേജ് ഓഫീസർ ദുരന്ത സ്ഥലത്ത് നിൽക്കുന്നവരുടെ ഈഗോയാണെന്ന് പറഞ്ഞത്. ഒരൊറ്റ വാചകവും കൂടി, അതാണ് വിഴിഞ്ഞത്ത് ബോട്ടപകടത്തിൽ കാണാതായിട്ടുള്ള ജോണിനെ കാണാൻ വേണ്ടി അതിൻ്റെ മകൾ ചെന്നിരിക്കുമ്പോൾ ഒരു 5-6 പേരെ കാണാൻ പോയാൽ മാത്രമേ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റൂ എന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പറയുന്നതിൻ്റെ പ്രശ്നം ഇതുപോലെ മുഖ്യമന്ത്രി പെരുമാറുന്നതാണ്, കള്ളം പറയുന്നതാണ്. ശരി രജിൻ, ഇതെന്താണ് രജിൻ, ഇത് പെരും നുണകളുടെ ഒരു പെരുമഴക്കാലമാണോ? എന്തായാലും രതീഷ് ചക്രവാണി പറഞ്ഞ പോലെ കോഡ് ഹെലികോപ്റ്റർ ആകുമോ എന്ന് ചോദിച്ച പോലെ അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് കുറെ കോഡുകൾ ഉണ്ടായിരുന്നു. എന്താണ് ദത്താത്രേയ ഹൊസബുള്ളയും MR അജിത് കുമാറും നിർമ്മല ശ്രീരാമനും ഒക്കെ അങ്ങനെ കുറെ കോഡുകൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പല ഇടങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കോഡുകളൊന്നും അല്ല ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ശരത്തെ. അദ്ദേഹത്തിന്റെ വന്ദേ ഭാരത് ട്രെയിൻ എപ്പോഴാണ് ബുക്ക് ചെയ്തത്? കേരളത്തിന്റെ ഈ പറയുന്ന എവിടെ പോയിട്ടില്ല ഇൻവെസ്റ്ററുമായി ബന്ധപ്പെട്ട് പറയട്ടെ ഞാൻ ഇടപെട്ടില്ലല്ലോ താങ്കൾ പറയുമ്പോൾ. ഇൻവെസ്റ്ററുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാണുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ആ പറയുന്ന ഇൻവെസ്റ്ററിനോട് എറണാകുളത്ത് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് പെട്ടെന്ന് പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഈ പറയുന്ന ഹെലികോപ്റ്ററിൽ പോയി എന്നുള്ളതാണ് അവിടുത്തെ ഇരുപത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ മാത്രമല്ല പോയത്, അദ്ദേഹം ഭാര്യ പിതാവിനെയും കാണുവാൻ പോയി. അത് ശരിയാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യത്തിന് വഴങ്ങോ പറഞ്ഞു ഒരു ചോദ്യത്തിന് വഴങ്ങും. ആഗ്രഹം സഫലമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് വി.ഡി. സതീശനോടല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഏത് ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പാണ് രാത്രി വൈകുന്നേരം ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്ന് പറഞ്ഞിട്ട് അവരുടെ സൗകര്യത്തിന് ടൈം മാറ്റുമ്പോൾ നിങ്ങളിങ്ങോട്ട് പെട്ടെന്ന് വാ എന്ന് പറയാൻ ധൈര്യമുള്ള ഏത് ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പാണ്? അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരെ കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെല്ലുന്നത് എനിക്കും റജിനെ സുണ്ണിത്താനും ശരത്തിനും അതിലൊരു പ്രശ്നമുണ്ട്. എനിക്ക് കൂടി ഒരു അവസരം അതായത് അങ്ങനെ പേര് പറഞ്ഞാൽ റജിൻ അതുകൂടെ ചേർത്താക്കിക്കോ, ചേർത്താക്കിക്കോളൂ. താങ്കളോട് തന്നെയാണ്. അങ്ങനെ പേര് പറഞ്ഞാൽ ടാറ്റയുടെ പേര് പറഞ്ഞ പോലെ ഇരിക്കും. അവരത് നിഷേധിച്ചാൽ സംഗതി കൂടുതൽ വഷളാകും. അപ്പൊ പിന്നെ അത് അങ്ങനെ അത് കാണണ്ട. ഈ പറയുന്ന ഏത് ഇൻവെസ്റ്റർ എന്നുള്ള കാര്യങ്ങൾ അപ്പുറമായി ഈ പറയുന്ന ഈ എറണാകുളത്ത് വെച്ച് ഇൻവെസ്റ്ററുമായി മീറ്റ് ചെയ്യാം എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ പോകുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ വന്ദേ ഭാരത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അവർക്ക് പെട്ടെന്ന് എന്താണ് ചർച്ച? അതാണ് വിഷയം. മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇന്ന് പറഞ്ഞതല്ല ഇന്ന് പറഞ്ഞത്. ആ വ്യത്യാസം ഒന്ന് പറഞ്ഞു തന്നാ മതി. അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഒന്ന് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോകുന്നതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആളുകൾക്ക് നേരത്തെ പോകേണ്ട ഉണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഈ പറയുന്ന നിക്ഷേപകരുമായി ബന്ധപ്പെട്ട് പറയട്ടെ ശരത്തെ, നിക്ഷേപകരുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് അല്ലെ മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒക്കെ ബന്ധപ്പെട്ട ചർച്ച കഴിഞ്ഞിട്ടാണ് പോയി കാണുന്നത്. അതിനെന്താണ് മുഖ്യമന്ത്രിയെ പോയി കണ്ടാൽ കേരളത്തെ മാസത്തിലെ രാമായണം വായന പോലല്ല ഇത്. അന്ന് തിങ്കളാഴ്ച മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിക്കാനല്ല രജിനോട് ചോദിച്ചത്. രജിന്റെ രജിന്റെ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാകും. രജിൻ തിങ്കളാഴ്ച മുഖ്യമന്ത്രി പറഞ്ഞതല്ല. നിങ്ങളുടെ അവസ്ഥയാണ് തിങ്കളാഴ്ച പറഞ്ഞതല്ല സാർ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. എന്താണ് സലാം, ഇതിലെ പ്രശ്നം ഇത്രേ ഉള്ളൂ. രജിൻ അത് അഡ്രസ് ചെയ്തിട്ടില്ല. അത് സ്വാഭാവികമാണ്. തിങ്കളാഴ്ച പറഞ്ഞതല്ല, ബുധനാഴ്ച പറഞ്ഞത്. ഇതാണ് ഇതിലെ പ്രശ്നം. അങ്ങനെ രണ്ടും കൂടി താരതമ്യം ചെയ്ത് രജിൻ പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു സൗന്ദര്യം ഉണ്ടാകുമായിരുന്നു, അതിലൊരു വിസ്മയവും ഉണ്ടാകുമായിരുന്നു. പക്ഷെ അത് കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. തിങ്കൾ പറഞ്ഞതും ബുധനാഴ്ച പറഞ്ഞതും രണ്ടാണോ? ഇത്രേ ഉള്ളൂ ഹെലികോപ്റ്റർ കാര്യത്തിൽ. ആ വീഡിയോ രണ്ടും കാണുന്ന തലയ്ക്ക് ബുദ്ധിയുള്ള ആര് കണ്ടാലും കൃത്യമായിട്ട് മനസ്സിലാവും
മൂന്നാം തീയതി സതീശനാണോ 5-ാം തീയതി സതീശൻ എന്ന വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളുടെ കാണേണ്ട സ്ഥലത്തെ ഒരു ഗൗരവമായ കാര്യം, ഒന്ന് കള്ളം പറയാൻ തീരുമാനിച്ചിറങ്ങിയൊരു മുഖ്യമന്ത്രിയാണ്. തുടക്കം മുതൽ നോക്കി അത് കാണാൻ പറ്റും. ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ പോലെ, നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞ പോലെ, സതീശൻ പറയുന്ന ഒരു കള്ളം കൊണ്ട് തന്നെ അടുത്ത കള്ളത്തിൽ സതീശൻ വെട്ടിലാവും എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതാണ് അത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നാട്ടിൽ ബോധ്യമായിക്കൊണ്ട് ഞാൻ ചോദിക്കും, ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ ഈ VD സതീശനേക്കാളും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളല്ലേ കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി? എന്തേ കുഞ്ഞാലിക്കുട്ടിയെ കൂട്ടിയില്ല? ഇദ്ദേഹത്തിന് എന്താ കാര്യം? ഇദ്ദേഹം വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണോ? മുഖ്യമന്ത്രി ആണെന്നുള്ളത് ശരി, ഇദ്ദേഹത്തൊക്കെ പൊളിറ്റിക്കലായ പാരമ്പര്യമുള്ള വളരെ സീനിയറായ നേതാവാണ് ഇന്നത്തെ കേരളത്തിലെ വ്യവസായ മന്ത്രി. അദ്ദേഹത്തെ കൂട്ടിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ഓരോ കള്ളങ്ങളും, അദ്ദേഹത്തിൻ്റെ യാത്ര ദുരൂഹമായ യാത്രയല്ലേ? ഇനിയിപ്പോൾ അമ്മായിപ്പനെ കാണാൻ പോയി അങ്ങ് സമ്മതിച്ചാൽ എന്താ പ്രശ്നം? കേരളത്തിൽ വല്ല സംഭവിക്കാൻ പോണോ? ഞാൻ തിരക്ക് പിടിച്ചതിന് ശേഷം മറ്റ് പ്രോഗ്രാം കൊണ്ട് തിരിച്ചിലേക്ക് എത്തണം, അതുകൊണ്ട് അമ്മായിച്ചനെ കാണാൻ പോയി എന്ന് കേരളത്തോട് പറഞ്ഞിട്ട് അതല്ലേ ഏറ്റവും മാന്യത? അത് പറഞ്ഞ കേരളം ഏണ്ട് എന്നാൽ വെടിവെച്ച് കൊല്ലാൻ പറയൂ സതീശനെ? എന്തിനാ നിങ്ങൾ അമ്മായിപ്പനെ കാണാൻ പോകുന്നവർക്ക് ചോദിച്ച് വെടിവെച്ച് കൊല്ലാൻ തീരുമാനിക്കില്ലല്ലോ. അങ്ങനെ പറയുന്നൊരു രാഷ്ട്രീയ അന്തസ്സ് ഈ സ്ഥാനത്തിരുന്ന് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഗതികേട്. അതാണ് ഒരു ഗതികെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ അന്നത്തെ യാത്ര നിങ്ങൾ നോക്കും. ഇവിടെ നേരത്തെ ചക്രപാണി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ പോലെ ലോഗ് ബുക്ക് നോക്കിയാൽ ഇല്ല, ബ്ലാങ്കാണ്. ഈ മീറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ചാർട്ട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ചാർട്ടല്ലേ, മാധ്യമങ്ങളുടെ കൈവശം ഉൾപ്പെടെ ചാർട്ടില്ലേ? ആ ചാർട്ടിനകത്ത് ഈ ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്ന കാര്യമുണ്ടോ? ഇല്ലല്ലോ. ആഭ്യന്തര വകുപ്പിൻ്റെ ഇന്നറായി കൈകാര്യം ചെയ്യപ്പെടുന്ന ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട ആ ചാർട്ടിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിനെ കാണുന്ന കാര്യമുണ്ടോ? ഈ മൂന്നിടത്തും ഇല്ല. എന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ കള്ളം പറയുകയാണ്. അങ്ങനെ കള്ളം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ഒന്നുകൂടി കീഴ്പ്പെടുത്താം എന്ന് ഒരിക്കലും നമ്മളിത് പറയുന്നതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, സതീശനായ കോൺഗ്രസ്സുകാരൻ കള്ളം പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ, നിങ്ങൾ നോക്കേണ്ട കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഭരിച്ച ശ്രീ പിണറായി വിജയൻ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടോ? ഭരണപരമായൊരു ചോദ്യം ചോദിച്ചാൽ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടോ? നിയമസഭയിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ? അതൊരു ഡിഗ്നിറ്റിയാണ്. ആ ഡിഗ്നിറ്റിയുടെ 7 അയലത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആളായി പോയി ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് നമ്മുടെ ഗതികേട്. അതാണ് ആ ഗതികേട്. അത് മാത്രമേ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ പറ്റൂ, സംസാരിക്കാൻ പറ്റൂ. റൈറ്റ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം തിങ്കളാഴ്ച ഇതേ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞതും ഇന്ന് ബുധനാഴ്ച അദ്ദേഹം അതേ വിഷയത്തിൽ വീണ്ടും പറഞ്ഞപ്പോൾ അബദ്ധവശാൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വീണത് വലിയ വലിയ പൊരുത്തക്കേടുകളായിരുന്നു എന്നുള്ളതാണ്. ആ യാത്ര തന്നെ വലിയ തോതിൽ ദുരൂഹമായി നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം അദ്ദേഹം പറയാൻ വിമുഖത കാട്ടിക്കൊണ്ട് അതിന് ചമച്ച ന്യായീകരണം രണ്ടും രണ്ടായി പോയി. തിങ്കളാഴ്ച പറഞ്ഞതല്ല ബുധനാഴ്ച പറഞ്ഞത് എന്നത് തന്നെയാണ് പ്രശ്നം. ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളം അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ രാഷ്ട്രീയ അന്തസ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമാണ് അതേക്കുറിച്ച് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്. വളരെയധികം നന്ദി 4 പേർക്കും ഈ ചർച്ചയിൽ സഹകരിച്ചതിന്.